Morning to all of you. I'll close the session around 11:30, leaving half an hour for questions, if any. സാധാരണ ഇതിൽ കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കാറില്ല, വിച്ച് ഇസ് എ വെരി ഡിസപ്പോയിൻറ്റിങ് ട്രൈറ്റ്. അതുകൊണ്ട് ഞാൻ 11:10 നിർത്തി. നിങ്ങൾക്ക് ചോദ്യം ഉണ്ടെങ്കിൽ 11 വരെ ഇരിക്കും, ഇല്ലെങ്കിൽ 11:10 പോകും. ഐ എം എ മാൻ ഇൻ എ ടെറിബിൾ ഹറി മോസ്റ്റ് ഓഫ് ദ ടൈം. ഓക്കെ, സോ മലയാളം അറിഞ്ഞൂടാത്തവരാരും ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഓക്കെ, കാരണം CBSE പഠിച്ച കുട്ടികളായതുകൊണ്ട് നമുക്ക് വി കാൻ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. എനിവേ, so firstly I should congratulate all of you for making it to the personality test level, which itself is a major achievement, which is not a mean achievement. കാരണം ഏതാണ്ട് 10-15 ലക്ഷം കുട്ടികൾ പരീക്ഷ പ്രിലിംസ് എഴുതിയിട്ട് അതിൽ നിന്നൊരു സ്ക്രീനിങ് കഴിഞ്ഞ് some maybe 15,000-20,000 candidates are selected out to appear for the mains. അത് വളരെ ഫിയേഴ്സ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ കഴിഞ്ഞ് UPSCക്ക് ആവശ്യമുള്ളതിൻ്റെ 4 ഇരട്ടിയോ, ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ പ്രസൻറ്റ് റേഷ്യോ, 4 ഇരട്ടി 5 ഇരട്ടി ആളുകളെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു. അങ്ങനെ വിളിക്കപ്പെടുന്നത് 4,000-5,000 കാൻഡിഡേറ്റ്സിൽ നിന്ന് UPSC has the mandate to prepare a rank list of around 1,000 people. അത് വേരിയസ് സർവീസുകളുടെ വേക്കൻസി, ഓരോ സംസ്ഥാനങ്ങളുടെ വേക്കൻസിയൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ 2023 നിങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞിറങ്ങുമ്പോൾ 25 ആകും. അപ്പോൾ 2025 അറൈസിങ് വേക്കൻസീസ് വെച്ചിട്ടാണ് ഇത് കണക്കാക്കി നിങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ 900 ആണോ 950 ആണോ 1000 ആണോ എന്നുള്ളത്. IAS മാത്രമല്ല, ആസ് യു നോ, നിങ്ങൾക്ക് എന്നെക്കാൾ ഭംഗിയായിട്ടതൊക്കെ അറിയാം. IAS, ഇന്ത്യൻ പോലീസ് സർവീസ്, ഫോറസ്റ്റ് സർവീസ്, ഫോറസ്റ്റ് സർവീസ്, ഫോറിൻ സർവീസ്, ദെൻ ഓഫ് കോഴ്സ് റവന്യൂ സർവീസ്, ഓൾ കൈൻഡ്സ് ഓഫ് സർവീസസ്. എല്ലാത്തിനും കൂടെ 1000 പേര്, റഫ്ലി അറൗണ്ട് 1000 കാൻഡിഡേറ്റ്സിന്, 1000 ഓഫീസേഴ്സിന് ഇന്ത്യ ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും വേണം ഇൻ ദിസ് സർവീസ്. അതാണല്ലോ ഇതിൻ്റെ പേർപ്പസ് ഓഫ് ഓൾ ദിസ് എക്സസൈസ്. അപ്പോൾ ആ എക്സസൈസിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ പേഴ്സണൽ ഇൻ്റർവ്യൂവിൽ നമുക്ക് ക്ലാരിറ്റി ആൻഡ് പെർസ്പെക്റ്റീവ് ഉണ്ടാവുള്ളൂ. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഈ പരീക്ഷകൾ നടത്തി ഈ ഒരു പ്രക്രിയ ഇത്രത്തോളം സങ്കീർണമാവുന്നത് എന്തുകൊണ്ടാണ്? UPSC സെലക്ട്സ് പീപ്പിൾ ഫോർ വേരിയസ് അതർ ജോബ്സ്. ഇപ്പോൾ സയൻറ്റിസ്റ്റ്, അവർ പലതും അതൊക്കെ ഇൻ്റർവ്യൂ നടത്തി അങ്ങ് എടുക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ IASലേക്കും IPSലേക്കും IFSലേക്കും ഒക്കെ അല്ലെങ്കിൽ സിവിൽ സർവീസിലേക്കുള്ള വേണ്ട കുട്ടികളെ, വേണ്ട ഓഫീസേഴ്സിനെ എടുക്കാനായിട്ട് നമ്മുടെ രാജ്യത്ത് കാലാകാലങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സാണ് നിലവിലുള്ളത്. വൈ ഈസ് ഇറ്റ് സോ? എന്തുകൊണ്ടാണ് ഈ പ്രോസസ്സ് ഇത്ര സങ്കീർണമായത്? ഓഫ് കോഴ്സ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കൂടി എന്നുള്ളതായിരിക്കും ഒന്ന്. പ്രിലിംസൊക്കെ ഞങ്ങളുടെ കാലത്തില്ലായിരുന്നു, പ്രിലിമിനറി വെച്ചു, സ്ക്രീനിങ് കഴിച്ചു, സോ ദാറ്റ് ഓൺലി സീരിയസ് കാൻഡിഡേറ്റ്സ് അപ്പിയർ ഫോർ ദ മെയിൻസ്. The purpose behind, or the motivating force behind such an elaborate exercise is to ensure that government gets the best young people to manage their affairs. കാരണം it is a matter of the state, matters of the state. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ഗവൺമെൻറ്റിനെ നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. പാർട്ടികൾ വരും പോകാം, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പക്ഷേ ദർ ഈസ് സംതിങ് കോൾഡ് ദി ഭരണകൂടം, ദ സ്റ്റേറ്റ് അപ്പാരറ്റസ്. അത് ഇറ്റ് ഈസ് പെർമനൻറ്റ്. അത് നടത്തിക്കൊണ്ട് പോകാനായിട്ട് വി വാണ്ട് പ്രൊഫഷണൽസ്. എങ്ങനെയാണോ ഒരു കമ്പനി പ്രൊഫഷണൽസിനെ കൂടെ അതിങ്ങനെ നടന്നു പോകുന്നത്, അതുപോലെ ഗവൺമെൻറ് എന്ന് പറയുന്ന വളരെ വലിയ മെഷീനറി. ഇൻഫാക്ട് ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്ലക്സ് മെഷീനറി യു ക്യാൻ തിങ്ക് അബൌട്ട്. സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പ്രത്യേകതകൾ, സെൻട്രൽ ഗവൺമെൻറ് പ്രത്യേകതകൾ, ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ലോട്ട് ഓഫ് തിങ്സ്. നത്തിങ് ഈസ് സിമ്പിൾ, എവറിത്തിങ് ഈസ് കോംപ്ലക്സ് ഇൻ ദിസ് കൺട്രി. അങ്ങനെയുള്ളൊരു രാജ്യത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്താനും ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്റ്റർ ചെയ്യാനും റവന്യൂ അഡ്മിനിസ്ട്രേഷനും എല്ലാമായിട്ട് ദി കോംപ്ലക്സ് ആക്ടിവിറ്റീസ് ഓഫ് ഗവൺമെൻറ് ഹാസ് ടു ബി മാനേജ്ഡ് പ്രൊഫഷണലി. അതിന് പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ഉള്ള ആളുകളെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓരോ വർഷവും അങ്ങനെ ഫ്രഷ് ബ്ലഡ് ഈ സർവീസിലേക്ക് ഇൻഡക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വെരി സിമ്പിൾ. ദ പോയിൻ്റ് ഐ എം ട്രൈങ് ടു മേക്ക് ഈസ് ദാറ്റ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മോദി ഗവൺമെൻറ്, മൻമോഹൻ സിംഗ് ഗവൺമെൻറ്, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് വിട്ടേക്കണം. ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് വെരി കീൻ ദാറ്റ് ദി candidates that are selected are the best.
എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യു ഹാവ് ടു മാനേജ് വെരി കോംപ്ലെക്സ് ടാസ്ക്സ് ahead of you for the next 35 years. So government cannot afford to get mediocre people into the service. ആ മീഡിയോക്രിറ്റി അല്ല നമുക്ക് കിട്ടുന്നത് എന്ന് ഉറപ്പ് വരുത്താനുള്ള ടെസ്റ്റുകളാണ്, കടമ്പകളാണ് ഈ പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയാലും. അറ്റ് എവറി സ്റ്റേജ് ദേ ആർ സീവിങ് നമുക്ക് ഇത് വേണ്ട. സോ അപ്പോൾ അതിൽ നമുക്ക് എന്ത് ഇൻഫർ ചെയ്യാം? ഗവൺമെൻറ് ഈസ് ലുക്കിംഗ് ഫോർ ദ ബെസ്റ്റ് കാൻഡിഡേറ്റ്. ഈ ബെസ്റ്റ് എന്നുള്ള വാക്ക് റിക്വയർസ് ക്വാളിഫിക്കേഷൻ. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമാ നടനെ നമ്മളെ കൂടെ അപ്പിയർ ചെയ്ത് അയാളെ എടുക്കുമോ, നമ്മളെ എടുക്കും. ഹീ ഈസ് ലുക്കിംഗ് ബെസ്റ്റ്, നല്ല ലുക്സാണ്, നമ്മളെക്കാളൊക്കെ ബെസ്റ്റ് ലുക്സാണ്, നല്ല വേഷമൊക്കെയാണ്. ഐശ്വര്യ റോയ് ഈ കുട്ടിയെ കൂടെ ഇപ്പോൾ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐശ്വര്യ റോയ് എടുക്കുമോ? ബെസ്റ്റ് എന്ന് പറയുന്നത് അപ്പിയറൻസ് അല്ല, ബെസ്റ്റ് എന്താണ് എന്ന് ജഡ്ജ് ചെയ്യാനാണ്. അതിനുള്ള ലാസ്റ്റ് പോയിൻ്റാണ് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ്. ബെസ്റ്റ് എന്ന് പറയുന്ന ഇൻ വാട്ട് ഓൾ വേ ബെസ്റ്റ്. ബെസ്റ്റ് എന്നുള്ള വാക്ക് ഈസ് എ മിസ്നോമർ. വാട്ട് വി ഷുഡ് കോൾ ഈസ് സ്യൂട്ടബിലിറ്റി. ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്. നമ്മളെക്കാളും ബുദ്ധിയുള്ള ആളുകളൊക്കെ ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ സിവിൽ സർവീസിൽ കയറിയവരാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരെന്നുള്ള യാതൊരു വ്യാജമായ വിചാരവും എനിക്കില്ല. പക്ഷേ ഈ സർവീസിൽ കയറിയവർ മോശക്കാരുമല്ല. ദേ ആർ ഗുഡ് ഫോർ ദ ജോബ് ഫോർ വിച്ച് ദേ ഹാവ് ബിൻ റിക്രൂട്ടഡ്. അതേസമയത്ത് ഇപ്പോൾ നമ്മളെ നാസയിൽ വിട്ടാൽ നമുക്ക് വല്ലതും അറിയാം, ഒന്നും അറിഞ്ഞൂടാ. നമ്മളെ മൈക്രോസോഫ്റ്റിൻ്റെ CEO ഐ ഫംബിൾ, ഐ ഡോണ്ട് നോ, ബിക്കോസ് അവരുടെ ബിസിനസ് എന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഐ ക്യാൻ മാനേജ് ദ അഫയേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ബിക്കോസ് ദാറ്റ് ഈസ് ദ സെലക്ഷൻ പ്രോസസ്, ദാറ്റ് ഈസ് എ ട്രെയിനിങ് ദാറ്റ് വി ഗോട്ട്. നമ്മുടെ മൈൻഡും നമ്മുടെ മോളിക്യൂൾസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇടയ്ക്ക് ഓരോരുത്തൊക്കെ പ്രസംഗിക്കാരൊക്കെ വിളിക്കുമ്പോൾ സാർ ഞാൻ മറ്റേ 5 സ്റ്റാർ ഹോട്ടലിൽ മുറി എടുത്ത് തരാം, ഇവർ വേണേൽ ഗസ്റ്റ് ഹൗസിൽ കിടന്നാണ് ശീലം, ശരീരം അങ്ങനെ ശീലിച്ചു പോയി. 40 വർഷമായി സർക്കാരിൽ ഇരുന്നിട്ട് നമുക്ക് സർക്കാർ ഗസ്റ്റ് ഹൗസിൽ കിടന്ന് ശീലിച്ചു പോയി. അവിടുത്തെ അത്ര രുചികരമല്ലാത്ത ഭക്ഷണം കഴിച്ചെങ്കിൽ നമ്മുടെ സിസ്റ്റം ശരിയാവുമെന്ന് പറഞ്ഞല്ലോ. വി മേ നോട്ട് ബി എക്യുപ്ഡ് ഫോർ ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് സയൻറ്റിഫിക് കാര്യങ്ങളൊന്നും ചെയ്യാനായിരിക്കില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ കൊണ്ട് നടക്കാനുള്ള ട്രെയിനിങ്ങാണ് ഈ അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളാണോ ഈ സർവീസിലേക്ക് വരുന്നത് എന്ന് ഉറപ്പ് വരുത്തൽ മാത്രമാണ്. അല്ലാതെ ഇതൊരു റിജക്ഷൻ മെക്കാനിസമാണെന്നോ ഈ ജോലിക്ക് എന്നെ തിരഞ്ഞെടുത്തില്ല എങ്കിൽ ഞാനൊരു മോശക്കാരനാണെന്നോ നിങ്ങൾക്ക് ആർക്കും ഒരു വിചാരമേ വേണ്ട. ദ ഫാക്ട് ദാറ്റ് യു ഹാവ് ബീൻ സെലക്റ്റഡ് ഫോർ ദി ഇൻ്റർവ്യൂ ഇറ്റ് സെൽഫ് ഈസ് എ ടെസ്റ്റിമോണിയൽ ദാറ്റ് യു ആർ ഗുഡ് ഇനഫ്. നിങ്ങൾ എന്താണ് ക്രീം ഡെലാ ക്രീമാണെന്നൊക്കെ UPSC സർട്ടിഫൈ ചെയ്തുകൊണ്ടാണല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഇനി അവർക്ക് നിങ്ങളെല്ലാവർക്കും കൂടെ ജോലി തരാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് 5000 പേരെ വിളിച്ചതിൽ 4000 പേരെ തള്ളണം. അതാര്? നമുക്ക് കിട്ടാൻ പോകുന്ന ആര്? അപ്പോൾ ഈ 4000 പേരെ തള്ളി UPSC's ജോബ് ഈസ് ടു സെലക്ട് ദ ഫൈൻ സെലക്ഷനാണ് കേട്ടോ, ഫൈൻ സെലക്ഷനാണ്. ബിക്കോസ് ഈ ഇൻ്റർവ്യൂവിന് വിളിച്ചിരിക്കുന്ന എല്ലാവരും ചെറിയ പെർസെൻറ്റേജ് വ്യത്യാസത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിപ്പോൾ ഇൻ്റർവ്യൂവിൽ കുറേയൊക്കെ അപ്സെറ്റ് ആവും, ബാലൻസ് വരും. അപ്പോൾ ഐ ഓൺലി വോണ്ട് യു ടു റീഇറ്ററേറ്റ് ആൻ ആറ്റിറ്റ്യൂഡ് ഇൻ യു ദാറ്റ് ഇത് നിങ്ങളുടെ സ്യൂട്ടബിലിറ്റിയാണ് നോക്കുന്നത്, അല്ല നിങ്ങൾ കൊള്ളാമോ കൊള്ളില്ല എന്നുള്ളതല്ല. ഈ പർട്ടിക്കുലർ പണിക്ക് നിങ്ങൾ കൊള്ളാമോ ഇല്ല, ദാറ്റ് ഈസ് ഓൾ. അതുകൊണ്ട് വേറൊരു ജോലിക്ക് നിങ്ങൾ കൊള്ളില്ല എന്നോ ഡോണ്ട് ഗെറ്റ് ഡിസാർട്ടൻ ബൈ ദ ഫാക്ട് ദറ്റ് ഇൻ്റർവ്യൂവിലെടുത്ത് കിട്ടിയില്ല. വേണ്ട, നമ്മളെപ്പോലുള്ള ആളിലായിരിക്കില്ല അവർക്ക് ആവശ്യം, അത്രയേ ഉള്ളൂ. യു ആർ ഫിറ്റ് ഫോർ സം അതർ ജോബ്. ഇറ്റ് മീൻസ് ഓൺലി ദാറ്റ്. അങ്ങനെ വിചാരിക്കാൻ പാടുള്ളൂ. ബിക്കോസ് 4000 കാൻഡിഡേറ്റ്സ് ആർ ഗോയിങ് ടു ബി ഡിസാറ്റിസ്ഫൈഡ്, ദേ ആർ ഗോയിങ് ടു ബി അൺഹാപ്പി. ദാറ്റ് ഈസ് നോട്ട് എ ടെസ്റ്റിമോണിയൽ അബൌട്ട് ദെയർ അൺസ്യൂട്ടബിലിറ്റി. അല്ല, ഈ ജോബിന് നിങ്ങളെക്കാൾ സ്യൂട്ടബിളായിട്ട് കൊള്ളാവുന്ന തോന്നിയവരെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നൗ വിൽ കം ടു ദി ഇൻ്റർവ്യൂ ആസ് സച്ച്. ഇപ്പോൾ ഇതിന് ഇൻ്റർവ്യൂ എന്ന് പറയാറില്ല, ഇറ്റ് ഈസ് കോൾഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇതിന് ഇൻ്റർവ്യൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ലോലി ദി ഹോൾ ഐഡിയ ഓഫ് ഈ ഇൻ്റർവ്യൂ പേഴ്സണൽ ദിസ് തിങ് ഗോട്ട് ചേഞ്ച്ഡ്. കാരണം കാലാകാലങ്ങളിൽ UPSC തന്നെ ഓരോ സ്റ്റഡി നടത്തിയിട്ട് അവരുടെ സിസ്റ്റംസ് ഇങ്ങനെ ഗ്രാജുവലായിട്ട് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു റെക്കമെൻഡേഷനിലാണ് ഞാൻ ഇറ്റ് വാസ് ദ ടൈം വെൻ ഐ വാസ് ദെയർ ഇത് റീജിയണൽ ലാംഗ്വേജിൽ എഴുതാം എന്നുള്ളത് വന്നത്, ഇൻ്റർവ്യൂ ഏത് ഭാഷയിലും നമുക്ക് എടുക്കാം എന്നുള്ളത്. പിന്നെ അതൊക്കെ അങ്ങനെയുള്ള പരിഷ്കാരങ്ങളൊക്കെ വന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതിനെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് വേണം വിളിക്കാൻ, ഇൻ്റർവ്യൂ അല്ല എന്നുള്ളതൊക്കെ ഓരോ കാലത്തുള്ള ഒരു റിഫോംസാണത്. ഈ എന്തുകൊണ്ടാണ് റീജിയണൽ ലാംഗ്വേജിൽ എഴുതാം, റീജിയണൽ ലാംഗ്വേജിൽ ഇൻ്റർവ്യൂ നടത്താം എന്നൊക്കെ പറഞ്ഞതിനൊരു ദർ ഇസ് എ ലോജിക് ബിഹൈൻഡ് ഇറ്റ് വിച്ച് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വെൻ യു ഫേസ് ദ ഇൻ്റർവ്യൂ. എന്തിനാണ് ആ മാറ്റം കൊണ്ടുവന്നത്? ബിക്കോസ് ദർ ഇസ് എ ജനറൽ പെർസെപ്ഷൻ ദാറ്റ് ഇതൊരു ഏർബൻ എലീറ്റിസ്റ്റ് സർവീസാണ്. ഇത് ഡൽഹിയിലും ബോംബെയിലൊക്കെയുള്ള കുറച്ച് ഹൈ ക്ലാസ് ആളുകൾക്കേ കിട്ടുള്ളൂ. അതൊക്കെ തരികിടകളൊക്കെ പലതുണ്ട്, നമ്മളെപ്പോലൊന്നും വിചാരിച്ചാലൊന്നും കിട്ടുകയില്ല. നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾക്കുള്ളൊരു സിനിസിസം ഉണ്ടല്ലോ, ഇതൊക്കെ ഡൽഹിയിൽ അഡ്ജസ്റ്റ്മെൻറ്റില്ല, നമുക്കിവിടെ കിട്ടാൻ ഇതൊക്കെ മറ്റേ പിടിയുള്ളവന് കിട്ടും, മറ്റവർക്ക് കിട്ടും.
ഡോണ്ട് ബി അണ്ടർ എനി സച്ച് സ്റ്റുപ്പിഡ് ഇംപ്രഷൻസ്. നത്തിങ് ക്യാൻ ബി ഫാർ ഫ്രം ട്രൂത്ത്. അത്തരത്തിലുള്ള യാതൊരു വേലയും നടക്കാത്ത ഒരൊറ്റ സ്ഥാപനമുണ്ടെങ്കിൽ അത് UPSC ആണ്. എന്തുകൊണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ നിങ്ങൾക്ക് എഴുതാം അല്ലെങ്കിൽ പരീക്ഷ എഴുതാമെന്ന് പറഞ്ഞാൽ ഈ ഏർബൻ ബയാസ് അല്ലെങ്കിൽ ഒരു എലീറ്റിസ്റ്റ് ബയാസ് ഇതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ മണിമണി പോലെ ഇംഗ്ലീഷ് പറയുന്നു എന്നുള്ളത് കൊണ്ട് യു നീഡ് നോട്ട് ബി ദ മോസ്റ്റ് കോമ്പീറ്റൻറ്റ് കാൻഡിഡേറ്റ്. ദർ കുഡ് ബി 100 candidates far more eligible and fit for the job than an urban sophisticated fellow, because നമ്മൾ റൂറൽ ഏരിയയിൽ നിന്ന് പഠിച്ചു വന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം he will become a much better officer because he knows the reality. അയാൾക്ക് റൂറൽ റിയാലിറ്റി അറിയാം, അയാളുടെ ജീവിതം അനുഭവിച്ച് വന്ന ആളാണ്. സോ he will be in a much better position to do justice to government schemes and development programs. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒരു മാനദണ്ഡം വച്ചിട്ട് മാറ്റി നിർത്താനോ ഒന്നും പാടില്ല. അയാൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ എന്നുള്ളതൊരു രാജ്യദ്രോഹ കുറ്റമൊന്നുമില്ല, അയാൾക്ക് ഭാഷ മനസ്സിലാവണമെന്നേ ഉള്ളൂ. അങ്ങനെയാണ് ഈ ബയാസ് മാറി വന്നത്. പക്ഷേ നമ്മുടെ മനസ്സിൽ നിന്ന്, പലരുടെയും മനസ്സിൽ നിന്ന് ഈ പഴയ ചിത്രത്തിൻ്റെ ബയാസ് മാറിപ്പോയിട്ടില്ല. വി സ്റ്റിൽ തിങ്ക് ദാറ്റ് ഇതൊരു ഏർബൻ പരിപാടിയാണ് എന്താണ് എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ഏർബനൈസ്ഡ് കാൻഡിഡേറ്റ്സ് ഡു സ്റ്റാൻഡ് എ ബെറ്റർ ചാൻസ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് അവർ പഠിച്ചു വന്ന സാഹചര്യങ്ങളും അവരുടെ ഫെസിലിറ്റീസും ഒക്കെ അവരുടെ ഫ്ലവറിങ്ങിന് കൂടുതൽ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ദേ ആർ ഇൻ എ സ്ലൈറ്റ്ലി ദേ ഹാവ് എൻ എഡ്ജ് ഓവർ അതേഴ്സ്. പക്ഷേ അതും അത്ര ശരിയല്ല. അത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നതിന് കാരണം ഫ്രം മൈ എക്സ്പീരിയൻസ് ഇൻ ദ ഇൻ്റർവ്യൂ. എൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ IAS കയറിയ ഇൻ്റർവ്യൂ അല്ല. സബ്സിക്വൻ്റ്ലി ഐ വാസ് ഓൺ ദി ബോർഡ് ഓഫ് സെലക്ഷൻ ബോർഡിൽ. ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു വർഷം ദേ കോൾ മീ ഫോർ ദി ഇൻ്റർവ്യൂ ബോർഡ് എക്സ്പേർട്ടായിട്ട്. ദാറ്റ് വാസ് ഇൻ 2013, ഇയർ ആഫ്റ്റർ ഐ റിട്ടയർഡ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ബോർഡിൽ വിളിക്കുന്ന എക്സ്പേർട്സിനെ ഓരോ ആഴ്ച കൂടുമ്പോഴും മാറ്റും. അവരതിനകത്തൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എടുക്കാൻ പാടില്ല. അതുകൊണ്ട് തിങ്കളാഴ്ച പോയാൽ വെള്ളിയാഴ്ച നമുക്ക് പോരാം. അങ്ങനെ ഒരാഴ്ച ഇൻ്റർവ്യൂവിന് ഞാനും പോയിരുന്നു. അന്ന് വന്ന ഒരു പെൺകുട്ടി ഇംപ്രസ്ഡ് മീ സോ മച്ച്. അത് എൻ്റെ ഒരു ഏർബൻ ബയസ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. ബിക്കോസ് ഹർ ഇംഗ്ലീഷ് വാസ് സോ ഗുഡ്. നമുക്ക് കൊതി തോന്നത്തക്ക രീതിയിലുള്ള ഇംഗ്ലീഷ് ആക്സെൻറ്റ് ആൻഡ് വെരി പ്രസൻറ്റബിൾ ആൻഡ് വെരി കോൺഫിഡൻറ്റ് ആൻഡ് ദ വേ ഷീ ഫീൽഡ് ക്വസ്റ്റ്യൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ സബ്ജക്റ്റ് എനിക്ക് വലിയ പിടിയുള്ള വിഷയമല്ല. എക്കണോമെട്രിക്സ് ആണ് നമുക്ക് അറിഞ്ഞുകൂടത്. എക്കണോമെട്രിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിൻ്റെ എക്സ്പേർട്ടൊക്കെ ഉണ്ടായിരുന്നു. ചോദിച്ചു, കുട്ടി എല്ലാം ഈ പറഞ്ഞ പോലെ മണിമണി പോലെയൊക്കെ ഉത്തരം പറഞ്ഞു. ചോദ്യങ്ങളുടെ ഉത്തരത്തിൻ്റെ ഒന്നും എനിക്ക് മനസ്സിലായില്ല. ഐ എം നോട്ട് ഏബിൾ ടു എന്ത് കോഷ്യൻ്റ് തീറ്റ എന്നൊക്കെ കേട്ടാൽ ഞാൻ ഓടിക്കളയും. കോസ് തീറ്റ എന്നൊക്കെ കേട്ടാൽ എനിക്ക് മനസ്സിലാവില്ല. ഞാനതൊന്നും എനിക്കതിന് കണ്ടൻറ്റ് ഓഫ് ആൻസർ എനിക്കറിയില്ല. പക്ഷേ ദ മാനർ ഇൻ വിച്ച് ഷീ റിപ്ലൈഡ്, ഹെർ പോയ്സ്, ഹെർ കോൺഫിഡൻസ്, ദാറ്റ് ഐ വാസ് ഇംപ്രസ്ഡ്. അപ്പോൾ ഈ 4+1 ആണ്. 4+ UPSC മെമ്പർ, ചെയർമാൻ, ഞങ്ങൾ 4 മെമ്പേഴ്സ്. അപ്പോൾ ഈ 4 മെമ്പർമാരും കൂടെ പ്രത്യേകം ഇടുന്നത് കൂട്ടിയല്ല മാർക്ക് ഇടുന്നത്. ഒരാളിന് ഞാൻ 100-ൽ 70 കൊടുത്തു, മറ്റേ 20 കൊടുത്തു, എല്ലാം കൂടെ ആവറേജ് അല്ല. എല്ലാം കൂടെ ബൈ കൺസെൻസസ് ദി ചെയർമാൻ ഫൈനലി റൈറ്റ്സ്. അത് അദ്ദേഹം മാത്രമേ മാർക്ക് എഴുതുള്ളൂ. നമ്മൾ പെൻസിൽ കൊണ്ട് അവിടെ എഴുതി വെച്ചിട്ട് എഴുതിയ പെൻസിലും സ്ക്രിബിളിംഗ് പാഡും തിരിച്ച് വാങ്ങിച്ച് വെച്ചിട്ട് നമ്മളെ വിടുള്ളൂ. അത് എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. ദാറ്റ് ഈസ് എ മസ്റ്റ്. പെൻസിൽ കൊണ്ടേ സ്ക്രിബിൾ ചെയ്യാവുള്ളൂ. പിന്നെ ആ സ്ക്രിബിളിംഗ് പാഡ് യു ഷുഡ് ലീവ് ഇറ്റ് ദെയർ. അല്ലാതെ വെളിയിൽ കൊണ്ടുപോയി ഞാൻ നിനക്ക് 100-ൽ 30 മാർക്കാണ് കൊടുത്തത്, കണ്ടോ, ആ വേലകളൊന്നും പറ്റിയല്ല. അതാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചർച്ച ചെയ്തപ്പോൾ ഈ സബ്ജക്റ്റ് എക്സ്പേർട്ട് സേഡ് ഓൾ ദി ആൻസേഴ്സ് ഷീ സേഡ് ആർ റോങ്. റോങ് എന്ന് മാത്രമല്ല, ഷീ തിങ്സ് ദറ്റ് ഷീ ക്യാൻ ബ്ലഫ് ത്രൂ. റോങ് ആൻസർ ഈസ് നോട്ട് എൻ ഒഫൻസ്. ഒരു ഉത്തരം തെറ്റായി പറഞ്ഞതുകൊണ്ട് ഒരു കാൻഡിഡേറ്റിനെ പീനലൈസ് ചെയ്യരുത് നമ്മളോട് പ്രത്യേകം പറയും. ഏതെങ്കിലും ചോദിച്ചു സഭാകമ്പത്തിലോ മറ്റോ കുട്ടി തെറ്റിച്ചത്, ഡോണ്ട് ഹോൾഡ് ഇറ്റ് അഗൻസ്റ്റ് ഹെർ. പക്ഷേ ഹൗ ഷീ ഹാസ് ടേക്കൻ ദാറ്റ്, ആ പേഴ്സണാലിറ്റി എന്താണ്, ഹൗ ഡിഡ് ഷീ മാനേജ് ഇറ്റ്. ഈ കുട്ടി യൂസിങ് ഹെർ ഇംഗ്ലീഷ് കമാൻഡ് ഷീ തോട്ട് ഷീ ക്യാൻ ബ്ലഫ് ത്രൂ ദ ഹോൾ ഇൻ്റർവ്യൂ. അത്രയും പുളുവാണ് ഈ കുട്ടിയെ എടുത്താൽ ശരിയാവില്ല. ബിക്കോസ് ഷീ വിൽ ബ്ലഫ് ത്രൂ ഹെർ ഹോൾ കരിയർ. അതാണ് ഇങ്ങനെ ബ്ലഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരാളെ നമ്മളൊരു സിവിൽ സർവീസിലെടുത്താൽ ഷീ വിൽ ബി ബ്ലഫിങ് ഹെർ ഹോൾ ലൈഫ്. അത് ദറ്റ് ഇസ് ഷീ ഈസ് ദ മോസ്റ്റ് അൺഫിറ്റ് കാൻഡിഡേറ്റ് എന്നാണ് വിലയിരുത്തിയത്. എന്നാലും ഞാനൊരു ചെറിയ പ്രതീക്ഷ വെച്ചു. ഈ ഇവളുടെ നമ്പർ ഞാൻ കുറിച്ച് വെച്ചു, അതവിടെ ഞാൻ കൊടുത്തില്ല. എന്നിട്ട് ഫൈനൽ റിസൾട്ട് പേപ്പറിൽ വന്നപ്പോൾ ഞാൻ കയറി നോക്കി, കിട്ടിയിട്ടില്ല. ഷീ ഹാസ് നോട്ട് ബീൻ സെലക്റ്റഡ്. ഇൻ്റർവ്യൂ മാർക്ക് വളരെ കുറവാണ്. ഞാൻ പറയുന്നത് ഈ ഏർബൻ ബയസ് എന്നൊക്കെ പറയുന്നത് ഓൾസോ വർക്ക്സ് അഗൻസ്റ്റ് യു. What is the moral of the story? The moral of the story is it is better to be honest. And ഈ വലിയ സോഫിസ്റ്റിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും ഓണസ്റ്റി ഈസ് വാട്ട് മാറ്റേഴ്സ്.
അതല്ലാതെ ഇൻ്റർവ്യൂ ബോർഡിനെ ഇമ്പ്രസ് ചെയ്ത് കളയാനായിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചില പൊടിക്കൈകൾ പ്രയോഗിക്കാം. ആളുകൾ കാശ് വാങ്ങിച്ച് പൊടിക്കൈകളൊക്കെ പറഞ്ഞു തരുന്ന ഒരുപാട് സംഘടനകളും സ്ഥാപനങ്ങളൊക്കെ ഡൽഹിയിലുണ്ട്. കൈ എങ്ങനെ വെക്കണം, കൈ എങ്ങനെ കെട്ടണം, അതൊക്കെ കെട്ടിക്കോ നിങ്ങൾ. അതൊക്കെ അവനവൻ്റെ അപ്പിയറൻസൊക്കെ നന്നാക്കാൻ നല്ല കാര്യം തന്നെ. എന്ന് വെച്ചാൽ ബ്യൂട്ടി പാർലറൊന്നും പൊക്കളയരുത്. ബ്യൂട്ടി പാർലറിൽ പോവുകയോ മുടി ലേശമൊന്നും ഡൈ ഒക്കെ ചെയ്ത് മറ്റേ ഗോൾഡൊക്കെ അടിച്ചുകൊണ്ടൊന്നും പൊക്കളയരുത്. യു ആർ ഗോയിങ് ദെയർ ആസ് എൻ ഓഫീസർ. അതാണ് മനസ്സിലിരിക്കേണ്ടത്. നൗ ഐ വിൽ കം ടു ദ ക്രക്സ് ഓഫ് വാട്ട് ഐ ഹാവ് ടു സേ. ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണല്ലോ ഇതിന് പറയുന്നത്. ആ പറച്ചിലിൽ തന്നെ ഈ ഇൻ്റർവ്യൂവിൻ്റെ പേർപ്പസ് ഉണ്ട്. ദ പേർപ്പസ് ഈസ് ടു ടെസ്റ്റ് യുവർ പേഴ്സണാലിറ്റി. സിമ്പിൾ. പേഴ്സണാലിറ്റി UPSC കള്ളമൊന്നും പറയുന്നില്ല. ഇറ്റ്സ് എ പേഴ്സണാലിറ്റി ടെസ്റ്റ്. പക്ഷേ നമ്മൾ ഈ പോകുന്നവർ ഇത് ഇൻ്റർവ്യൂ ആണ് എന്ന് ധരിച്ചിട്ട് നമ്മൾ പറയുന്ന ഉത്തരങ്ങളിലാണ് ഇതിനകത്ത് കിടിലൻ പരിപാടി ഇരിക്കുന്നതെന്നുള്ള വിചാരത്തിൽ ഈ ഉത്തരങ്ങൾ വെച്ച് കളിക്കാൻ നമ്മൾ നോക്കുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ. ഉത്തരം എന്ന് പറയുന്നത് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു എന്നൊക്കെ ഉള്ളത്. ദാറ്റ് ഈസ് ദ ഓൺലി ടെക്നോളജി ദാറ്റ് വി ഹാവ് ടു നോ യു. വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈസ് നോട്ട് യുവർ ആൻസേഴ്സ് ബട്ട് ഹൂ യു ആർ. അതാണ് ഏറ്റവും പ്രധാനം. എന്ന് വെച്ച് തെറ്റുത്തരം പറയുക എന്നുള്ളതല്ല. നിങ്ങൾ ആരാണ് എന്ന് അറിയാനാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് എക്കണോമിക്സ് അറിയാമോ പിന്നെ പൊളിറ്റിക്കൽ സയൻസ് അറിയാമോ എന്ന് അറിയാൻ മാത്രമല്ല. അത് അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഹസ് ഓൾറെഡി ബീൻ പ്രൂവൺ. അത് പ്രൂവ് ചെയ്തല്ലോ. ഇനിയിപ്പോൾ നമ്മളിട്ട് വീണ്ടും പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല. നൗ വി വോണ്ട് ടു നോ ഹൂ ഈസ് സിറ്റിംഗ് ബിഹൈൻഡ് ദിസ് മാസ്ക്. ഈ ഉത്തരം പറയുന്ന ആൾ ആരാണ്? ആ ആളെയാണ് എനിക്ക് ആവശ്യം. ഈ ആളെ എനിക്ക് ജോലി ഏൽപ്പിക്കാൻ പറ്റുമോ? ക്യാൻ ഐ മേക്ക് ഹിം എ റവന്യൂ കമ്മീഷണർ? ക്യാൻ ഐ മേക്ക് ഹിം എ പോലീസ് ചീഫ്? അതിനുള്ള ആളാണോ ഇരിക്കുന്നത് എന്നുള്ള സ്യൂട്ടബിലിറ്റി കൂടെ അറിഞ്ഞാൽ, നിങ്ങളുടെ റിട്ടേൺ ഇതും കൂടെ ചേർത്ത് വെച്ചാൽ ഐ ഗെറ്റ് എ ഗുഡ് കാൻഡിഡേറ്റ്. UPSCക്ക് വളരെ കൃത്യമായിട്ടുള്ള സംഗതിയാണ്, ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ഓൾ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ ഫയർഡ് അറ്റ് യു ആർ നോട്ട് ആൻ ഒക്കേഷൻ ടു ടെസ്റ്റ് യുവർ നോളജ് എന്ന് പറഞ്ഞ് മണ്ടത്തരം പറയണമെന്നല്ല, എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെ ക്വസ്റ്റ്യൻ അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടെന്ന് പറയാം. എങ്ങനെ നിങ്ങളൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അത് പഠിച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ഐ ആം നെഗേറ്റിംഗ് ദ വെരി പർപ്പസ് ഓഫ് ദിസ് ടോക്ക്. യു ക്യാൻ ഓൺലി ബി വാട്ട് യു ആർ. അതാണ് ഞാൻ പറയുന്നത്. ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദി കോമ്പിറ്റൻസ് ഓഫ് ദി UPSC സെലക്ഷൻ പ്രോസസ്സ്. ഇത്രയും കാലാകാലങ്ങളിൽ ആളുകളെ എടുത്ത് വിട്ടവരില്ലാത്ത 1% പേട് വരും എല്ലാത്തിലും. അത് മനുഷ്യ സഹജമായിട്ടുള്ള എററാണ്. എല്ലാ ബാച്ചിലും ഉണ്ടാവും ഒരു പൊട്ടയും. മനസ്സിലായില്ലേ? അത് എങ്ങനെയെങ്കിലും കയറി പറ്റും. അത് ദൈവത്തിൻ്റെ ഡിഫക്റ്റാണത്. ആ ടെംപ്ലേറ്റിലെ പ്രശ്നമാണ്. എല്ലാ ബാച്ചിലും ഒരുത്തനുണ്ടാവും. എല്ലാ സ്റ്റേറ്റിലും ഒരു 5-6 പ്രശ്നക്കാർ സർവീസിലുണ്ട്. അതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഫോൾട്ട് ലൈൻസ് ഉണ്ട്. ഡെസ്പൈറ്റ് ഓൾ ദാറ്റ് അതൊക്കെ ഉണ്ടെങ്കിലും ബൾക്ക് ഓഫ് ദ സർവീസ് 95%, 98% ഓഫ് ദി ഓഫീസേഴ്സ് സെലക്റ്റഡ് ആർ ഗുഡ്, ആർ കോമ്പിറ്റൻറ്റ് പീപ്പിൾ. അവർ തന്നെയാണല്ലോ ഈ രാജ്യം നടത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ജില്ലാ കളക്ടറെ കാണുന്നുള്ളൂ. കളക്ടർ ഈസ് എ റിലേറ്റീവ്ലി ജൂനിയർ ഫംഗ്ഷൻ. നമ്മൾ 6 വർഷം സീനിയോറിറ്റി ഉള്ളപ്പോൾ ചെയ്യുന്ന പണിയാണ്, പഠിക്കുന്ന പണിയാണത് കേട്ടോ. പക്ഷേ ആസ് യു ഗ്രോ സീനിയർ, ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ ഒരു സെക്രട്ടറി എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന ആൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഹീ ഈസ് ദ വൺ ഹൂ ഗൈഡ്സ് ദ ഗവൺമെൻറ്. ഒരുപാട് കാര്യങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് കാര്യങ്ങളും മനസ്സിലാക്കി ഗവൺമെൻറ്റിനെ ഗൈഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഈ ഗവൺമെൻറ്റിൻ്റെ 100,000 കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ആരാണ്? ബേസിക്കലി സിവിൽ സർവൻസ് ഹു ഹാവ് ബീൻ സെലക്റ്റഡ് അറ്റ് വേരിയസ് പോയിൻറ്റ്സ് ഇൻ ടൈം. അവർ പല ജോലികൾ ചെയ്ത് എക്സ്പീരിയൻസായി 20 വർഷം 25 വർഷത്തേക്ക് എക്സ്പീരിയൻസ് ആകുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേറെ ആളുകളില്ലല്ലോ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയായിട്ട് ആരെയും റിക്രൂട്ട് എക്സെപ്റ്റ് സെൻട്രൽ സർവീസ് പീപ്പിൾ. ദേ ആർ ഓൾ അസൈൻഡ് ടു സർട്ടൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്, മിനിസ്ട്രീസ്. അവിടുന്ന് പൂൾ ചെയ്തിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടന്നുകൊണ്ട് പോകുന്നത്. സങ്കീർണമായിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ് നടത്തിക്കൊണ്ട് പോകുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് പോയ IAS ഓഫീസേഴ്സും ഈ വേരിയസ് റവന്യൂ സെൻട്രൽ സർവീസിൽ നിന്ന് പൂൾ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർ കൂടെ ചേർന്നാണ് ഈ റെയിൽവേ നടത്തുന്നതും ഈ പോസ്റ്റ് നടത്തുന്നതും ഇൻകം ടാക്സ് നടത്തുന്നതും ഈ കസ്റ്റംസ് GST നടത്തുന്നതും എല്ലാം, ആൻഡ് ഡിഫൻസ് നടത്തുന്നതും എല്ലാം. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ, തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആർ ഡൂയിങ് ദിസ് ആൻഡ് ദേ ആർ ഓൾ കോമ്പിറ്റൻറ്റ് പീപ്പിൾ. ആ കോമ്പിറ്റൻസ് എടുക്കുമ്പോഴുള്ള കോമ്പിറ്റൻസ് അല്ല, നമ്മൾ സർവീസിൽ ഡെവലപ്പ് ചെയ്ത് വരുന്തോറും നമുക്ക് ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാതിരുന്ന കഴിവുകൾ പുറത്ത് വന്ന് യു ബിക്കം കോൺഫിഡൻറ്റ്, യു ബിക്കം കോമ്പിറ്റൻറ്റ്. നമ്മൾ സബ്ജക്റ്റിൽ എക്സ്പെർട്ടീസ് വരുന്നു. വി നോ ഹൗ ടു ഹാൻഡിൽ എ സിറ്റുവേഷൻ, വി നോ ഹൗ ടു സർവൈവ് വിത്ത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ്. ഇതൊക്കെ നമ്മളുടെ കഴിവുകൾ. ഇതിനെല്ലാം ഉള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? അതിനുള്ള മെറ്റീരിയൽ. ആഫ്റ്റർ ഓൾ 25-year-old ബോയ് ഓർ ഗേൾ മേ നോട്ട് ബി എ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. UPSC also knows that. Whether this candidate has the potential to evolve into a competent officer. That is all that is being looked at.
അതിനെന്ത് ചെയ്യണം? അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പൊടിക്കൈകൾ ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അപ്പിയറൻസിലൊന്നും ഓവർട്ടായിട്ടുള്ള പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഡു നോട്ട് ബി ഒബ്സെസ്ഡ് വിത്ത് യുവർ അപ്പിയറൻസ് ആൻഡ് ഡ്രസ് ആൻഡ് ഓൾ ദാറ്റ് എന്ന് പറഞ്ഞ് ഷാബിയായിട്ട് പോകാനും പാടില്ല. ബിക്കോസ് യു ആർ സിറ്റിംഗ് ദെയർ ആസ് എൻ ഓഫീസർ. ഓഫീസറിൻ്റെ എലഗൻസോട് കൂടി ഇരിക്കുക. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ചേരാത്ത ഒരു വേഷവും ധരിക്കരുത്. ദാറ്റ് വിൽ മേക്ക് യു വെരി കോൺഷ്യസ് ആൻഡ് ഒരു ഒബ്സസീവായി പോകും. അതൊന്നും വേണ്ട. ബി നാച്ചുറൽ. എത്രത്തോളം നാച്ചുറലായിട്ടിരിക്കാമോ അത്രത്തോളം നല്ലത്. അപ്പോഴൊരു ചോദ്യം, നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ചില കൊള്ളരുതായ്മകളൊക്കെ ഉണ്ടല്ലോ. നാച്ചുറലായിരുന്നാൽ ഈ കൊള്ളരുതായ്മയും പുറത്ത് വരുമല്ലേ? വരും. നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരിക്കാം, പെട്ടെന്ന് അപ്സെറ്റ് ആവുന്ന ആളായിരിക്കാം. അപ്സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നോർമൽസി എല്ലാം പോകുന്ന ആളായിരിക്കാം. യു മൈറ്റ് ബി എ പേഴ്സൺ ഹു ജംപ്സ് ടു കൺക്ലൂഷൻസ് വിതൗട്ട് ക്രോസ് ചെക്കിംഗ് ദ ഫാക്ട്സ്. നമുക്ക് ഒരുപാട് എല്ലാവർക്കും ദോഷങ്ങളുണ്ടല്ലോ. നോബഡി ഈസ് എ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. വി ആർ ഓൾ ഇൻ ദ പ്രോസസ് ഓഫ് ബിക്കമിങ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അങ്ങനെ പ്രോഡക്റ്റ് തീരുമ്പോൾ യു ഓൾസോ ഫിനിഷ്. അതാണ് ഫിനിഷ് ചെയ്യുന്ന ദിവസം വരെയും യു ആർ ഇവോൾവിങ് യുവർ സെൽഫ്. യുനോ, ഫോർ എക്സാമ്പിൾ ഞാൻ സർവീസിൽ കയറിയ ഞാനല്ല റിട്ടയർ ചെയ്ത ഞാൻ. ഐ ഓൾസോ ഇവോൾവ്. റിട്ടയർ ചെയ്തതിന് ശേഷവും എനിക്ക് എവല്യൂഷൻ സംഭവിക്കുന്നുണ്ടെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. സോ ദാറ്റ്സ് എ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അപ്പോൾ അത് എങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ് ആവും? ഒൺലി ബൈ സോർട്ട് ഓഫ് ഇൻട്രോസ്പെക്ഷൻ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഇൻട്രോസ്പെക്ഷൻ, വെദർ യു ഹാവ് എനി ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ യു വിച്ച് ഡു നോട്ട് ഗോ വെൽ വിത്ത് ദാറ്റ് ഓഫ് എ സിവിൽ സെർവൻറ്റ്. ഒരു സിവിൽ സെർവൻ്റ് ആകുമ്പോൾ നമുക്ക് ദോഷമായി വരുന്ന എന്തെല്ലാം എന്നിലുണ്ട്, അത് എന്തൊക്കെയാണെന്ന് ഞാൻ അക്കൗട്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. യു ഷുഡ് ഒബ്സർവ് ഓഫീസേഴ്സ്. You should observe officers who have made a mark. You should observe officers who have made only controversies, only quoted controversies. You should also examine officers who have been frequently transferred. ഒരു മന്ത്രിക്കും വേണ്ട 15 ദിവസം വയ്ക്കുന്നു, 16ാമത്തെ ദിവസത്തെ ക്യാബിനറ്റിൽ മാറ്റുന്നു. എന്താ കാര്യം? ഇയാൾ ഈ 15 ദിവസം കൊണ്ട് എന്തോ ചെയ്തു? അയാൾ പലതും ചെയ്യാൻ കോമ്പറ്റൻ്റ് ആണ്. അവൻ്റെ പല വേലകളും ഉണ്ട്. ദ മിനിസ്റ്റർ ഫീൽസ് ഇൻസെക്യൂർ ബിഫോർ ദിസ് ഫെലോ ബിക്കോസ് ഇയാളെ വിശ്വസിച്ചുകൂടാ. അതാണ് കാരണം. പലപ്പോഴും നമ്മൾ ഈ ക്യാബിനറ്റിൽ ഓഫീസേഴ്സിന് മാറ്റം വരുമ്പോൾ നമ്മൾ തന്നെ പറയാം, അല്ല മിനിസ്റ്റർ കഴിഞ്ഞ മാസമല്ലേ ഇയാളെ അങ്ങോട്ട് പോയി, ആരില്ലെങ്കിലും തിരക്കേടില്ല ചീഫ് സെക്രട്ടറി, ഇയാളെ ഒന്ന് മാറ്റി തന്നത്. എന്താ സാർ പ്രശ്നം? അയാൾ ശരിയാവില്ല. ഞാനൊരു പൊളിറ്റിക്കൽ ലാംഗ്വേജാണ് പറയുന്നത്. അതിപ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇത്തിരി അടുപ്പമുള്ള മിനിസ്റ്റർ ആണെങ്കിൽ നമ്മൾ ക്യാബിനറ്റ് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ചോദിക്കും, എന്താ സാർ അയാളുടെ പ്രശ്നം? അതേ, അയാൾക്ക് ഇതിലൊന്നും നല്ല താല്പര്യം. അയാൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുക, അയാൾക്ക് എന്നെ ചുറ്റി അടക്കുക, അയാൾ പറഞ്ഞ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. മിനിസ്റ്റേഴ്സ് പറയുന്നതാണ് ഒരു ഓഫീസേഴ്സിനെ പറ്റി. വിച്ച് മീൻസ് ദ മിനിസ്റ്റർ ഈസ് നോട്ട് കോൺഫിഡൻറ്റ് ടു എൻട്രസ്റ്റ് ഹിസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു ദിസ് പർട്ടിക്കുലർ ഓഫീസർ. ഓഫീസറിൻ്റെ പ്രയോറിറ്റിയും എൻ്റെ പ്രയോറിറ്റിയും കൂടെ സിങ്ക് ആവുന്നില്ല. വിച്ച് മീൻസ് ദറ്റ് ഓഫീസർ ഈസ് ഓൺ എ ഈഗോ ട്രിപ്പ് ആൻഡ് നോട്ട് ഫോർ ദി ഡിപ്പാർട്ട്മെൻറ്റ്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്തെടുക്കാനല്ല അയാൾ അവിടെ ഇരിക്കുന്നത്, അവനവൻ്റെ കാര്യത്തിനാണ് എന്ന് മന്ത്രിക്ക് തോന്നിയത് കൊണ്ടാണ് ഹി ഫീൽസ് ഇൻസെക്യൂർ. ഇയാളെ കൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി അതിൽ മാറ്റിത്താം. ഈ മാറ്റിത്ത എന്ന് പറയുന്നത് മിനിസ്റ്ററുടെ ഒരു സർവൈവൽ സ്ട്രാറ്റജി മാത്രമാണ്. മാറ്റിത്തരാൻ എന്താണ്? ഈ പേഴ്സണാലിറ്റി അല്ലാത്ത ഒരാളെ എനിക്ക് തരണം, ഹൂ ക്യാൻ ഡിവോട്ട് ഹിസ് ഹോൾ പേഴ്സണാലിറ്റി ടു മൈ ജോബ്. അപ്പോൾ പൊളിറ്റീഷ്യൻ മാത്രമല്ല, ലീഡേഴ്സ് മാത്രമല്ല, സൊസൈറ്റി തന്നെ നോക്കുന്ന എന്താണ്? ഓഫീസേഴ്സ് ഹു ക്യാൻ ടേക്ക് അപ്പ് എ ന്യൂ ടാസ്ക്, ഐഡൻറ്റിഫൈ അതിൻ്റെ റിസ്ക്കും സാധ്യതകളും മനസ്സിലാക്കി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ലീഡർഷിപ്പ്, കോൺഫിഡൻസ്, റെസിലിയൻസ്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, ഓപ്റ്റിമിസം, ഇതെല്ലാം ഉള്ള ഒരാളാണോ? കാരണം നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ 35-40 വർഷത്തെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് UPSCക്കാർക്ക് അവിടെ ഇരുന്നിട്ട് വിഭാവനം ചെയ്യാൻ സാധ്യമല്ല. യു മൈറ്റ് ബി ഡൂയിങ് ഹൺഡ്രഡ്സ് ഓഫ് തിങ്സ് നമ്മുടെ ജോലിയിൽ. അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടോ? ഇപ്പോൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ ഒരു ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആൾ നമ്മളോട് പറയില്ല, അവിടുന്ന് ലെഫ്റ്റിൽ നിന്നൊരു വണ്ടി വന്നാൽ റൈറ്റിലോട്ട് തിരിച്ച് അങ്ങനെയൊന്നും പറയില്ല. യു ആർ ഓൺലി യു ടോട്ട് ഡ്രൈവിംഗ്, ഇല്ലേ? ഗിയറപ്പ് മാറ്റാം, എങ്ങനെ മാറ്റാം, സ്റ്റിയറിംഗ് ബാലൻസ് എങ്ങനെ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലാതെ എന്തൊക്കെ നോക്കണം, എവിടെയൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്നല്ലാതെ ഇന്ന ജംഗ്ഷനിൽ ഇന്ന കാർ ഇങ്ങനെ വന്നാലൊരു ടെക്സ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതല്ലോ. നമ്മൾ ടെക്സ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ബൈക്കുകാരൻ നമ്മുടെ കാലിൻ്റെ ഇടയിൽ കൂടെ എടുത്തുകൊണ്ട് പോകുന്നില്ലേ? അപ്പോൾ പക്ഷേ എ ഡ്രൈവർ ഈസ് കോമ്പീറ്റൻറ്റ്. Whatever be the circumstances on the road, the driver should have the skill to negotiate his vehicle and take it out without any problem, അല്ലേ? അതാണല്ലോ ഡ്രൈവറുടെ കഴിവ്. അല്ലാതെ ഇത്രാന്തി ഇന്ന പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് ആരും പറഞ്ഞു തരില്ല. യു ക്യാൻ ഓൺലി ബി ഗിവൺ എ സ്കിൽ ബൈ വിച്ച് റോഡിൽ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ വണ്ടിയും വണ്ടിയിലിരിക്കുന്നവരെ സുരക്ഷിതമായി കൊണ്ടുപോകാൻ ഒരു ഡ്രൈവർക്ക് അറിയാമെങ്കിൽ
ഈസ് എ ഗുഡ് ഡ്രൈവർ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഭാവിയിൽ എന്തെല്ലാം പ്രശ്നമുണ്ടായാലും വിൽ യു ബി ഏബിൾ ടു സ്റ്റിയർ ദി അഡ്മിനിസ്ട്രേഷൻ വിത്ത് കോൺഫിഡൻസ് ആൻഡ് പോയ്സ്. അങ്ങനെയുള്ള ഒരാളെയാണ് നമുക്ക് ആവശ്യം. ഈ 5000 പേരിൽ നിന്ന് ആ ക്വാളിറ്റിയോടെ ഉള്ളവനെ കിട്ടിയാൽ നമുക്ക് കൊള്ളാം. UPSC is looking only for that kind of people. The question that you should be asking yourself is, are you that kind of a guy? Do you have that kind of a personality? ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബിക്കോസ് ഞാൻ നിങ്ങളെ ചോദ്യം നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ. മനസ്സിലായില്ലേ? സോ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റിന് തയ്യാറെടുക്കാൻ വേണ്ടി നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് വേറൊരു സ്ഥാപനത്തിലേക്ക് ചാടി പോകേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ യു ക്യാൻ ഡിസൈഡ് വാട്ട് യു വാണ്ട്. കുട്ടികളെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ കോൾ കിട്ടിക്കഴിഞ്ഞാൽ 10 ഇടത്ത് പോകും. മോക്ക് ഇൻ്റർവ്യൂ പോയിരിക്കും. ഐ ഡു നോട്ട് ബിലീവ് ഇൻ മോക്ക് ഇൻ്റർവ്യൂസ്. ഞാൻ അതാണ് അതിന് വിളിച്ചാൽ വരാത്തത്. മോക്ക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നമ്മൾ ഒരു വിഷ്വലൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളൊന്ന് കൺഡ്രൈവ് ചെയ്യുകയാണ്. എന്നിട്ട് അങ്ങനെയൊക്കെ ഓടിച്ച് അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല. റോഡ് ചെല്ലുമ്പോഴത്തേക്ക് ഇതൊന്നും അല്ല വിഷയം. നമ്മൾ ഈ പഠിച്ചു വെച്ചത് പോയിട്ട് അവിടെ ഈ ടെസ്റ്റ് എടുത്ത പോലെ അല്ല റോഡിലെ കണ്ടീഷൻ. അതുകൊണ്ട് മോക്ക് ഇൻ്റർവ്യൂ കുഡ് ബി എ മോക്കറി ഓൾസോ എന്നാണ് എൻ്റെ ഒരു ഫേമസ് ഡെഫിനിഷൻ. അതാണ് ഞാൻ മോക്ക് ഇൻ്റർവ്യൂവിന് വരാത്തത്. ബിക്കോസ് മോക്ക് ഇൻ്റർവ്യൂ ഡെവലപ്സ് ഇൻ ഇറ്റ്സ് ഓൺ ഡൈനമിക്സ്. നമ്മളുടെ ഒരു മൂഡ് അനുസരിച്ചും നമ്മുടെ ചോദ്യം അനുസരിച്ചൊക്കെ ചോദിക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല കോൺഫിഡൻസ് ലെവൽ വരുന്നു, പോകുന്നു. അതൊന്നും അല്ല വിഷയം. ഈ മോക്ക് ഇൻ്റർവ്യൂവിൽ പഠിച്ച ഒരു കാര്യവും അവിടെ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എക്സെപ്റ്റ് ഇഫ് യു ഹാവ് ഇംബൈബ്ഡ് എ സർട്ടൺ റിഫ്ലെക്സസ്. ഈ ചോദ്യം വരുമ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണാലിറ്റിയിലുള്ള ചില പ്രശ്നങ്ങൾ ട്രിഗേർഡ് ആവുന്നുണ്ട്, ഐ ഹാവ് ടു ബി വെരി കെയർഫുൾ എന്ന് നമ്മൾ സ്വയം പഠിക്കുകയല്ലാതെ വേറെ ഇവിടെ ഒരു കാര്യവുമില്ല. പുട്ട് യുവർ സെൽഫ് അണ്ടർ എ ലെൻസ്. നിങ്ങൾ ഒരു CT സ്കാൻ അകത്തുകൂടെ കയറ്റിവിടുക, ഒരു മെൻ്റൽ CT സ്കാൻ കയറ്റി വിട്ടിട്ട് നിങ്ങൾ എക്കാർട്ട് പുസ്തകം വായിക്കണം കേട്ടോ. ഇപ്പോഴല്ല, സമയം കിട്ടുമ്പോൾ. ഈ പവർ ഓഫ് നൗ എന്നുള്ള വളരെ multi-million കോപ്പി വിട്ട പുസ്തകമാണ്. വേറെ ഒന്നുമില്ല, ഞാൻ ഇത്രയും പറയുന്നില്ല, എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം. ദർ ഈസ് നോ പാസ്റ്റ് ഈസ് ഗോൺ, ഫ്യൂച്ചർ ഈസ് അൺബോൺ, വി ലിവ് ഇൻ ദ പ്രസൻറ്റ്. പക്ഷേ നമ്മൾ പ്രസൻറ്റിൽ നിൽക്കുമ്പോൾ വി തിങ്ക് അബൌട്ട് ദ പാസ്റ്റ് ആൻഡ് വി ഗെറ്റ് ആങ്ഷ്യസ് അബൌട്ട് ദ ഫ്യൂച്ചർ. അതാണല്ലോ ഈ നെർവസ്നെസ് എന്നൊക്കെ പറയുന്നതാണല്ലോ. ഇത് പണ്ട് മഹാനായ ഷെല്ലി പണ്ടേ പറഞ്ഞിട്ടുണ്ട്, വി ലുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആൻഡ് പൈൻ ഫോർ വാട്ട് ഈസ് നോട്ട്. അവർ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവരും മനുഷ്യൻ്റെ സൂക്കേടാണത്. ഒന്നുകിൽ പഴയ കാര്യങ്ങൾ ഓർത്ത് അപ്സെറ്റ് ആവുക, ഒരു കാര്യമില്ല, തീർന്നില്ലേ. വരാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്ത് ആങ്ഷ്യസ് ആവുക, ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. എന്നാൽ നമ്മുടെ മനസ്സിനെ ഇളക്കാനും മനസ്സിനെ ആകെ വിഷമിപ്പിക്കാനും ഈ പാസ്റ്റും ഫ്യൂച്ചറിനെ പറ്റിയുള്ള ചിന്ത നമ്മളെ പ്രേരിപ്പിക്കും. വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈസ് ടു ലിവ് ഇൻ ദ പ്രസൻറ്റ്. ഈ പ്രസൻറ്റ് മാത്രമാണ് പ്രാധാന്യം. ഇന്നത്തെ പ്രസൻറ്റ് എന്ന് പറയുന്നത് നാളത്തെ പാസ്റ്റായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ ഇൻ്റർവ്യൂ ആണ് നിങ്ങളുടെ പ്രസൻറ്റ്. ആ പ്രസൻറ്റിൽ എങ്ങനെ നമ്മുടെ ഫുൾനെസ് കൊടുക്കുക. ഞാൻ ടോളിയുടെ ബുക്കിനെ പറ്റി പറയാൻ കാര്യം, എക്കാർട്ട് ടോളി അതിനകത്തൊരു ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് എവ്രിബഡി ഹാസ് എ പെയിൻ ബോഡി ഇൻ ദെയർ ബീയിങ്. അതാണ് അയാൾ പറയുന്നത്. ഒരു പെയിൻ ബോഡി ഉണ്ട്. ഞാനിത് വേറെ ഒന്നും അധികം പറഞ്ഞിട്ടില്ല. വൈ ഐ സേ ദിസ് ഈസ്, നമ്മളുടെ സ്വഭാവത്തിലെ ചില കണ്ടീഷൻഡ് റിഫ്ലെക്സസ് ഉണ്ട്. നമ്മളോട് ചില വിഷയങ്ങൾ തെറ്റായ രീതിയിൽ പറഞ്ഞാൽ നമ്മൾ വയലൻ്റ് ആവും. അതേസമയത്ത് അതേ കാര്യം വേറൊരു കുട്ടിയോട് പറഞ്ഞാൽ അവനെ കേൾക്കില്ല. നമ്മൾ വല്ലാതെ അത് സെൻസിറ്റീവ് ആക്കും. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ യുവർ സം പാസ്റ്റ് എക്സ്പീരിയൻസ്, സം ഫാമിലി ഹിസ്റ്ററി, സം അഡോളസെൻ്റ് ഹിസ്റ്ററി. വി ഡു നോട്ട് നോ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വൾണറബിലിറ്റീസ് ഉണ്ട്. അത് എല്ലാവർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മൾ പലതും പറയും, ആരും അത് കേൾക്കില്ല, നമുക്ക് മാത്രം അത് ഹേർട്ടാവും. ഹേർട്ടായി കഴിയുമ്പോഴത്തേക്ക് ഒരു ഈഗോ ഈസ് ട്രിഗേർഡ്. ഉടനെ നമ്മളെ റിഫ്ലെക്സസൊക്കെ അതിൻ്റെ റാഷണാലിറ്റി വിട്ടിട്ട് ഈ നമ്മുടെ പെയിൻ ബോഡി അങ്ങോട്ട് ട്രിഗർ ചെയ്തിട്ട് ഇവൻ എന്നെ കൊച്ചാക്കാനാണത് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വളരെ എമോഷണലായിട്ട് റിയാക്ട് ചെയ്യുകയും റാഷണാലിറ്റി സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഒരുപാട് പേരുടെ സ്വഭാവ വൈകല്യത്തിൻ്റെ റൂട്ട് കോസ്. ഇത് നമ്മളൊന്ന് സ്വയം അനലൈസ് ചെയ്യാമെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇന്ന തരത്തിലാണ് ഇൻ്റർവ്യൂ പോകുന്നതെങ്കിൽ യു മേ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് ദ ബെസ്റ്റ്. വി ഹാവ് ടു ബി ഗാർഡഡ്. വി കനോട്ട് കൺട്രോൾ ദ ഇൻ്റർവ്യൂ, ബട്ട് വി ക്യാൻ കൺട്രോൾ അവർ റെസ്പോൺസസ്. ഈ ചോദ്യം ചോദിച്ച സാധാരണ ഇതിൽ ഞാൻ വയലൻ്റ് ആവും, ഇത് പിന്നെ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് പോട്ടെ, അവന്മാരെ എന്തോ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ബോധപൂർവം നമ്മുടെ വൾണറബിലിറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പാല അപകടത്തിലായതുകൊണ്ട് വണ്ടി പതുക്കെ പോകണം, അല്ലെങ്കിൽ ഭാരം ഇറക്കി പോകണം എന്നൊക്കെ പറയുന്നത് പോലെ വൺസ് യു ഐഡൻറ്റിഫൈ ദാറ്റ് യെസ് ഇതൊരു അപകടം പിടിച്ച ഒരു ചോദ്യമാണ്, അതിങ്ങനെ പോയാൽ എന്നെ അത് ട്രിഗർ ചെയ്യും, സോ ലെറ്റ് മീ ബി വെരി റാഷണൽ അബൌട്ട് ഇറ്റ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, വി ഡു നോട്ട് ഫോൾ ഇൻ ടു ദ ട്രാപ്പ് ഓഫ്
അൺഗാർഡഡ് റെസ്പോൺസസ്. അങ്ങനെയാണ് ഡാമേജ് ഉണ്ടാകുന്നത്. വ്യക്തിബന്ധങ്ങളൊക്കെ നശിക്കുന്നത് അങ്ങനെയാണ്, ഈ അൺഗാർഡഡ് റെസ്പോൺസസ് ആണ്. നോട്ട് ദറ്റ് യു ഹേറ്റ് ദി അതർ പേഴ്സൺ, പക്ഷേ നമ്മൾ വളരെ വൾണറബിളാക്കിയ ഒരു ചോദ്യത്തിലോ സന്ദർഭത്തിലോ നമ്മൾ പറഞ്ഞു പോയ ഒരു വാക്കാണ് റിലേഷൻഷിപ്സിനെ മുഴുവൻ റപ്ചർ ചെയ്യുന്നത്. നമുക്കിത് ഓർമ്മയുണ്ടെങ്കിൽ വി ബിക്കം ഗാർഡഡ്. സോ ബിവെയർ. നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇത്തരത്തിലുള്ള ഫോൾട്ട് ലൈൻസ്. അതിൽ നോ ബഡീസ് അതില്ലാത്തവരായിട്ട് ആരും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മൾ ഹൈഡ് ചെയ്തിട്ട് നമ്മൾ സൊസൈറ്റിയിൽ അങ്ങനെ ജീവിക്കും. പണ്ട് എനിക്കൊരു സന്ദർഭം ഓർമ്മ വരികയാണ്. ഞാൻ MA പഠിച്ച്, നാഗ്പൂറാണ് ഞാൻ MA പഠിച്ചത്. അപ്പോൾ MA പഠിച്ച് പരീക്ഷയെല്ലാം കഴിഞ്ഞു. എല്ലാവരും കൂടെ ഇങ്ങനെ ചുമ്മാ ക്ലാസ് റൂമിലിരിക്കുകയാണ്. പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ടൊക്കെ എന്തോ, അപ്പോൾ ഒരു മോക്ക് ആരോ പ്രസംഗിക്കുന്നു, ചുമ്മാ എന്തൊക്കെയോ തമാശയൊക്കെ പറയും. അപ്പോൾ അവിടെ ഒരു സമോസ കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ ഒരുത്തൻ കയറി, വളരെ ജോവിയൽ ഫെലോ ആണ്, ജോളി ഫെലോ ആണ്. അപ്പോൾ ഇവരിങ്ങനെ എന്തോ ഒരു വെളിപ്പൊക്കെ അടിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, എന്നാൽ നീ ഒരു സമോസ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനെടുത്ത് ഇവൻ്റെ വായിക്കകത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തു. ദ ഫെലോ ബിക്കേം വെരി വയലൻറ്റ്. ഇവൻ ആ സമോസയൊക്കെ എടുത്ത് അവിടെ എറിയുകയും പ്ലേറ്റ് എറിഞ്ഞ് പൊട്ടിക്കുകയൊക്കെ ചെയ്ത് പറഞ്ഞു. വിച്ച് വാസ് വെരി അൺയൂഷ്വൽ, അതർവൈസ് എ വെരി നൈസ് ഗൈ. എന്താണ് അവന് ട്രിഗർ ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. മേ ബി അവന് സമോസ കാണുമ്പോൾ ഒരു ദേഷ്യം വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവൻ സമോസ കട്ട് തിന്നാൻ ആരെങ്കിലും അവനെ എടുത്തിട്ട് പണ്ട് ചവിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഐ ഡോണ്ട് നോ, സം ഹൗ ട്രിഗേർഡ് ഹിം. വെരി ഇറാഷണൽ. അതിനുശേഷം മീറ്റിങ്ങുകളൊക്കെ ഇരുന്ന് ഞാൻ ഈ ഫലതൊന്നും പറയില്ല. നീ എന്താണെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് പോയി, ഇനി നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കണ്ട. നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ചില കമൻസ് ഉണ്ട്. ഐ ബിക്കേം വെരി ഗാർഡഡ്. അത് സബ്സിക്വൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത്, നമ്മളെപ്പോഴും നമ്മളെ വൾണറബിലിറ്റീസിനെ പറ്റി ബോധേഡ് അല്ലാതെ ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ തന്നെ മുൻവിധികളിൽ എത്തുകയും ഉടനെ നമ്മൾ വളരെ ടെൻസ് ആവുകയും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് റിഫ്ലെക്സസ് കൊടുക്കാതിരിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന അപകടങ്ങളിൽ വീഴുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. ചിലപ്പോൾ ഒരു കാഷ്വൽ റിമാർക്കായിരിക്കും ആ മെമ്പർ നടത്തിയത്. ചിലപ്പോൾ നിങ്ങളെ ടൈ കെട്ടിയത് ശരിയായിരിക്കില്ലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പറ്റി ഏതെങ്കിലും ഒരു കമൻറ്റ് അയാൾ പറഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. സോ ബിവെയർ ദാറ്റ് വെർ ഈസ് ആ ട്രിഗറിങ് പോയിൻ്റ് എന്താണ് എന്നുള്ളത് ദയവ് ചെയ്ത് നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് മാത്രമല്ല, ജീവിതത്തിൽ തന്നെ അതൊരു വലിയ പാഠമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിവേ, കമ്മിങ് ബാക്ക് ടു ദി ഇൻ്റർവ്യൂ, give very honest answers. You develop a personality that is compatible with that of an officer. ഓഫീസേഴ്സിനെ ഒബ്സർവ് ചെയ്യണം. ആർക്കൊക്കെയാണ് ആസ് എൻ ഓഫീസർ ഹൂ ഹാവ് മെയ്ഡ് എ മാർക്ക്. നമുക്ക് തന്നെ കേരളത്തിൽ എത്രയോ ആളുകളുണ്ട് ഹൂ ഹാവ് നോട്ട് മെയ്ഡ് എനി മാർക്ക്. അയാൾ വന്നിരുന്നു പോയി, അയാളുടെ ശമ്പളമൊക്കെ വാങ്ങിച്ചു പോയി. ദർ ആർ പീപ്പിൾ ഹൂ ഹാവ് ഓൺലി ക്രിയേറ്റഡ് ഒബ്സ്റ്റക്കിൾസ്, കുറിയിട്ട് അല്ലെങ്കിൽ ആർക്കും ഗുണം ചെയ്യാതെ ജീവിച്ചു പോയി. ദർ ആർ ഓവർ zealous people who have got into trouble by becoming very adventurous. Then there are people who live in the cyber world. സൈബർ വേൾഡിൽ അവരെ പറ്റി ആരെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞില്ലെങ്കിൽ അവർക്കൊരു വിഷമമാണ്. അതുകൊണ്ടെങ്കിൽ ചീത്ത പറയിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കും. ലോകം അയാളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്നാണ് അയാളുടെ വിചാരം. ഞാൻ പറയും, ഓരോ തരത്തിലുള്ള ക്യാരക്ടർ, ഇവരാരും മോശക്കാരല്ല. That there are people who must have quietly done wonderful things for the government. So you examine officers of various kinds. എന്നിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഏത് തരം ഉദ്യോഗസ്ഥനായി മാറും നിങ്ങൾ. അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് സ്വയം വർദ്ധിപ്പിക്കുക. ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഫ്രം നൗ ഓൺവേർഡ്സ് ആരോടും പറയാതെ തന്നെ യു ഇമാജിൻ ആൻഡ് വിഷ്വലൈസ് ദറ്റ് യു ആർ ആൻ ഓഫീസർ. നമ്മുടെ റിഫ്ലെക്സസ്, നമ്മുടെ കോണ്ടക്റ്റ്, ദ വേ യു വാക്ക്, ദ വേ യു ടോക്ക്, ദ വേ യു സിറ്റ്, ദ വേ യു തിങ്ക്, ദ വേ യു റെസ്പോണ്ട്, ലെറ്റ് ഇറ്റ് ബി ദാറ്റ് ആസ് ഓഫ് എൻ ഓഫീസർ. നിങ്ങൾ ഒരു ജൂനിയർ ഓഫീസറാണ്, നിങ്ങളുടെ ചീഫ് സെക്രട്ടറി നിങ്ങളെ വാച്ച് ചെയ്യുകയാണ് എന്നുള്ള വിചാരത്തിൽ, ഇത് അദൃശ്യനായിട്ട് അയാൾ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിചാരത്തിൽ നമ്മൾ തനിച്ചിരിക്കുമ്പോഴും കൂട്ടത്തിലിരിക്കുമ്പോഴും ആ ഒരു പേഴ്സണാലിറ്റി മോർഫിംഗ് നടത്തി യു ട്രൈ ടു ബിഹേവ്, യു ട്രൈ ടു തിങ്ക്, യു ട്രൈ ടു അങ്ങനെയുള്ള റിഫ്ലെക്സസ്. നമ്മൾ ചാടിക്കയറി സ്റ്റുഡൻ്റ് എന്നുള്ളതിലേക്ക് നമ്മൾ ചാടിക്കയറി പറഞ്ഞുകൊണ്ടിരുന്ന മറുപടികൾ ഒന്ന് കൺട്രോൾ ചെയ്ത് ആസ് എൻ ഓഫീസർ ഈസ് ഇറ്റ് ഗുഡ്? നമ്മൾ കോളേജ് ഡിബേറ്റിംഗ് സൊസൈറ്റിയിൽ ഇരിക്കുന്നത് പോലെയോ TV ചർച്ചയിലിരിക്കുന്നത് പോലെയോ ആണോ ഒരു ഉദ്യോഗസ്ഥനായിട്ട് നമ്മൾ ഇരിക്കേണ്ടത്? ഫാക്ട്സ് എന്താണെന്ന് മനസ്സിലാക്കി ക്രോസ് ചെക്ക് ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്തിട്ടല്ലേ ഞാൻ മറുപടി പറയാൻ പാടുള്ളൂ. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് ഓഫീസറിലേക്കുള്ള ട്രാൻസ്ഫർമേഷൻ ഇറ്റ്സ് എ വെരി കോംപ്ലെക്സ് പ്രോസസ്സ്. അതാണ് മസൂറി അക്കാഡമിയിൽ അവർ നമുക്ക് ചെയ്തു തരുന്നത്. അത് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടല്ലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഓൾറെഡി
അത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ള വിചാരത്തിൽ യു ബിഹേവ് ലൈക്ക് എൻ ഓഫീസർ ടിൽ ദി ഇൻ്റർവ്യൂ ഇസ് ഓവർ. ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിങ്ങളെ കിട്ടുമെങ്കിൽ മസൂറി അക്കാഡമി വിൽ ടേക്ക് കെയർ ഓഫ് യു ആൻഡ് മോൾഡ് യു ഇൻ ടു നമ്മുടെ ഒരു കെയർ ഫ്രീ സ്റ്റുഡൻറ്റ് ലൈഫിൽ നിന്ന് ഒരു ഓഫീസറായി നമ്മൾ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു പ്രക്രിയ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 2 years 2 വർഷം കൊണ്ട് നമുക്ക് മാറ്റം വരും. ഇപ്പോൾ അതിന് സമയമില്ല, നമുക്ക് 2 ആഴ്ച 3 ആഴ്ച ഉള്ളെങ്കിൽ പോലും ബൈ യുവർ ഓൺ കണ്ടീഷനിങ് തിങ്ക് ബിഹേവ് ലൈക്ക് എൻ ഓഫീസർ. അപ്പോൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തരത്തിലുള്ള നമ്മളുടെ ഈ അലമ്പ് റെസ്പോൺസുകളും പരിപാടികളൊക്കെ മാറ്റിയിട്ട് ഒരു സെൻസ് ഓഫ് ഡിസിപ്ലിൻ, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അഹങ്കാരം വരണം എന്നല്ല, സൂപ്പർ വെയിറ്റ് ഇടണം എന്നല്ല പറയുന്നത്, മസിൽ പിടിക്കണം എന്നല്ല പറയുന്നത്. ബി നാച്ചുറൽ. ആ നാച്ചുറൽ ആവണമെങ്കിൽ ഈ നാച്ചുറൽ ആവണം, ഇല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ വളരെ കൃത്രിമമായിരിക്കും. അപ്പോൾ ഈ അടുത്തൊരു 10 ദിവസം കൊണ്ടോ 15 ദിവസം കൊണ്ടോ നിങ്ങളുടെ സ്വഭാവ രീതിയിൽ, പ്രതികരണ ശൈലിയിലൊക്കെ തന്നെ ഒരു ഓഫീസർ ലൈക്ക് ക്വാളിറ്റി, as they call OLQ, ഒരു ഓഫീസർ ലൈക്ക് ക്വാളിറ്റി കൾട്ടിവേറ്റ് ചെയ്യുക. വൾണറബിലിറ്റീസ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ട്രൈ ടു ബൈപ്പാസ് ഇറ്റ് ഓർ ഡോണ്ട് ഗെറ്റ് ഇൻ ടു ദ ട്രാപ്പ് ഓഫ് യുവർ വൾണറബിലിറ്റീസ്. പീപ്പിൾ മൈ ട്രിഗർ ഇറ്റ് ഓർ പ്രൊവോക്ക് യു, പക്ഷേ അതിൽ വീഴാതിരിക്കുക. തിങ്ക് ലൈക്ക് എൻ ഓഫീസർ. തിങ്ക് ലൈക്ക് എൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ബാലൻസായിട്ട് ചിന്തിക്കുക. നമ്മുടെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് യു ആർ എൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ദ ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ്റിന് വേണ്ടി ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം ബ്രോഡായിട്ടും ബാലൻസായിട്ടും ചിന്തിക്കണമോ അത്തരത്തിലുള്ളൊരു ചിന്താശൈലി കൾട്ടിവേറ്റ് ചെയ്യുക. പരീക്ഷ എഴുതാൻ വേണ്ടി പഠിച്ചതുപോലെ അല്ല. പരീക്ഷ എഴുതാൻ വേണ്ടി പഠിക്കുമ്പോൾ നമുക്ക് ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളതാണല്ലോ. ഇതിനകത്ത് ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളതല്ല, എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സ്പ്രസ് ചെയ്യാനുള്ള എക്സ്പ്രസിബിലിറ്റി, ആ എക്സ്പ്രസ് ചെയ്യാനുള്ള ഇൻസൈഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഞാൻ പറഞ്ഞല്ലോ, ഇൻ്റർവ്യൂവിൽ നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല പ്രധാനം, ആരാണ് പറയുന്നത്. വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ ഈസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഈ ഉത്തരത്തിനപ്പുറമുള്ള ആളാരാണ് എന്നറിയാനാണ് ഇൻ്റർവ്യൂ ബോർഡിന് ആഗ്രഹം. ആ ആൾ ഞാൻ അന്വേഷിക്കുന്ന ഈ ജോലിക്ക് സ്യൂട്ടബിൾ ആണോ ഇയാളുടെ സ്വഭാവം, ഇയാളുടെ പേഴ്സണാലിറ്റി, ഇയാളുടെ റിഫ്ലെക്സസ്, ഇയാളുടെ വാല്യൂ സിസ്റ്റം. ദാറ്റ് ഈസ് ഓൾ ദാറ്റ് ഈസ് ബീയിങ് ടെസ്റ്റഡ്. വാല്യൂ സിസ്റ്റത്തെ പറ്റി ഞാൻ പറഞ്ഞ യാദൃച്ഛികമായിട്ടല്ല. ഈ UPSC ഇൻ്റർവ്യൂവിൽ തരുന്ന ഒരു ഇൻസ്ട്രക്ഷനിൽ ദി മെമ്പേഴ്സ് ആർ ആസ്ക്ഡ് ടു ഡിസൈൻ ക്വസ്റ്റ്യൻസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദി എത്തിക്കൽ വാല്യൂസ് ഓഫ് ദി കാൻഡിഡേറ്റ് ആർ ബ്രോട്ട് ഔട്ട്. അയാൾ ഒരു ധാരാളിയാണോ, ഇയാൾക്ക് മോറൽ വൾണറബിലിറ്റീസ് ഉണ്ടോ, ഈസ് ഹി എ കറപ്റ്റബിൾ ഫെലോ, ഈസ് ഹി എ ഫ്ലാംബോയൻറ്റ് ഫെലോ ഹു ക്യാൻ ബി ഈസിലി ബി സോർട്ട് ഓഫ് വൺ ഓവർ. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ചില എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. എത്തിക്കൽ അത് ഉണ്ടോ, അതോ ഒരു വൾണറബിൾ ആണോ ഇയാൾ? കാരണം ദർ ആർ ഹൺഡ്രഡ്സ് ഓഫ് ടെംപ്റ്റേഷൻസ് ദാറ്റ് വിൽ കം ഓൺ അവർ പാത്ത്. നമ്മുടെ വഴിയിൽ ഒരുപാട് ടെംപ്റ്റേഷൻസ് വരാമല്ലോ. അതിനകത്തൊക്കെ വീണ് പോകുന്ന ആളാണോ, ഓർ ഈസ് ഹി ഗ്രൗണ്ടഡ്? അതിന് ഉള്ള ഒരു ടാലിസ്മൻ എന്താണെന്ന് ചോദിച്ചാൽ, ദാറ്റ് ഇസ് എ ലാസ്റ്റ് പോയിൻ്റ് ഐ വുഡ് ലൈക്ക് ടു മേക്ക്. നമ്മുടെ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് എത്തിക്കൽ എന്താ പറയേണ്ടതിൻ്റെ ഒരു ഫോർട്ടിറ്റ്യൂഡ് ഒക്കെ ഉണ്ടാകണമെങ്കിൽ അത് താനേ ഉണ്ടാവില്ല. ഈ സർവീസിലേക്ക് നിങ്ങൾ എന്തിന് വരുന്നു എന്നുള്ള ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ ഇതിൽ ക്ലാരിറ്റി ഉണ്ട് എങ്കിൽ നിങ്ങളുടെ വാല്യൂ സിസ്റ്റവും നന്നാവും, നിങ്ങളുടെ പേഴ്സണാലിറ്റി നന്നാവും. വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ബ്രിങ്സ് യു ടു ദിസ് സർവീസ്? ഇറ്റ് ഈസ് നോട്ട് ദ ലിയർ ഓഫ് മണി. ഇതിനേക്കാൾ ശമ്പളം കിട്ടുന്ന എത്രയോ പണികളുണ്ട്, ഇത്രയോ റിസ്ക് ഇല്ലാത്ത എത്രയോ പണിയുണ്ട്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവായിട്ട് നിരന്തരമായി ഇങ്ങനെ സഹകരിക്കേണ്ട ആവശ്യമില്ലാത്ത എത്രയോ നല്ല പണികളുണ്ട്. ദെൻ വൈ ആർ യു കമ്മിങ് ടു ദിസ് ജോബ്? അവിടെയാണ് വി ഹാവ് ടു തിങ്ക് ബിയോണ്ട് അവർ സെൽഫ്. നമുക്ക് സുരക്ഷിതമായൊരു ജോലി എന്നുള്ളതല്ല. സുരക്ഷിതമായ ജോലികളൊന്നും ഇഷ്ടംപോലെ വേറെ കിട്ടും. ദർ ഈസ് നോ അതർ ജോബ് വിച്ച് ഗീവ്സ് ദിസ് കൈൻഡ് ഓഫ് എ ലിവറേജ്. ഈ ഒരു ലിവറേജ് കിട്ടുന്ന, ലിവറേജ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആൻഡ് പവറിൻ്റെ ലിവറേജ്. ഗവൺമെൻറ്റിൻ്റെ പവറാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ പവർ നമ്മളിൽ പ്ലഗ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് കഴിവില്ല. ഇപ്പോൾ എന്നിൽ നിന്ന് പ്ലഗ് ഊരിയതുകൊണ്ട് എനിക്ക് ഗവൺമെൻറ്റിൻ്റെ പവർ എനിക്കില്ല. ഐ ഡോണ്ട് ഹാവ് എ ലിവറേജ്. ബട്ട് വെൻ യു ആർ സിറ്റിംഗ് ദെയർ ആസ് എൻ ഓഫീസർ ഓഫ് ദി സബ് സർവീസ്, ആ ലിവറേജ് നമുക്ക് എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ചാർജ്ഡ് വയർ. അത് ഗവൺമെൻറ്റിൻ്റെ പവറാണ് അതിനകത്തുള്ളത്. അത് എത്ര കോടി രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു സ്വകാര്യ മേഖലയിലെ ആളിനും ഇല്ലാത്ത ലെവറേജാണ്.
ഈ രാജ്യത്തെ ആളുകൾ എലക്ട് ചെയ്ത് ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിന് കൊടുത്തിരിക്കുന്ന മാൻഡേറ്റ് ആൻഡ് പവർ ഓഫ് ദ സ്റ്റേറ്റ് വർക്ക്സ് ത്രൂ യു ഇൻ ഇറ്റ്സ് ഓൺ ഫുൾ പവറിലായിരിക്കാം. അത് ഡൗൺഗ്രേഡ് ചെയ്ത് എന്താണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ വഴി നമ്മുടെ ഓരോ ഗ്രേഡിലും നമുക്ക് ചില പവറുണ്ട്. ആ പവർ ഓഫ് ലിവറേജ്, ഗവൺമെൻറ്റിൻ്റെ അധികാരം ഉപയോഗിക്കാനുള്ള ഒരു കഴിവ്, അത് സാധാരണക്കാരന് വേണ്ടി, ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നീതിപൂർവ്വം നടപ്പിലാക്കാൻ, കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള അധികാരം നിങ്ങളെ ഏൽപ്പിക്കുന്നതിന് മുൻപ് ആ അധികാരം ഏൽപ്പിക്കാൻ കൊള്ളാമോ നിങ്ങളെന്നാണ് ഈ ചോദിക്കുന്നത്. ആർ യു ട്രസ്റ്റ് വർത്തി that the reins of government could be given to you? വെദർ ഒരുപാട് നിയമങ്ങളിലെ അധികാരങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കാൻ കൊള്ളാമോ? ഈ ഗവൺമെൻറ്റിന് വേണ്ടി കോടികളുടെ നികുതിയും മറ്റു തരത്തിലുള്ള വരുമാനവും നിങ്ങളെ ഏൽപ്പിക്കാൻ കൊള്ളാമോ? നികുതി പിരിച്ച പണത്തിലൂടെ ചെലവഴിക്കപ്പെടുന്ന അനേകം പദ്ധതികളിലൂടെ ചോർന്നു പോകാതെ പദ്ധതി നിഷ്പക്ഷമായും നീതിപൂർവമായും നടപ്പിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? നിങ്ങളതിന് വിശ്വസിക്കാൻ കൊള്ളാമോ? ദാറ്റ് ഈസ് ദി മോറൽ ഇൻറ്റഗ്രിറ്റി ദാറ്റ് ഈസ് ബീയിങ് ടെസ്റ്റഡ്. ഇതിന് വേണമെങ്കിൽ എങ്ങനെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം? ഈ ഇൻറ്റഗ്രിറ്റി എങ്ങനെ? നമ്മളാരും ഇൻറ്റഗ്രിറ്റി ഇല്ലാത്തവരല്ല. ഇൻറ്റഗ്രിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റിംഗ് എങ്ങനെ? വേർ ആർ യുവർ ലോയൽറ്റീസ്? ഈസ് യുവർ ലോയൽറ്റി ഓൺലി ടുവേർഡ്സ് യു? എൻ്റെ പത്രാസ്, എൻ്റെ കാറ്, എൻ്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ, അതിനാണോ ഇങ്ങോട്ട് വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഗോ ഇൻ സം അതർ ഡയറക്ഷൻ, ഡോണ്ട് കം ഹിയർ. ദിസ് ഈസ് എ ജോബ് വേർ യു ആർ എക്സസൈസിങ് പവർ ഓഫ് ദ ഗവൺമെൻറ് സോ ദാറ്റ് ഇറ്റ് ഈസ് ഡൺ എന്താണ് വിത്ത് ജസ്റ്റിസ്, വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് വിത്ത് കമ്പാഷൻ. സാധാരണ മനുഷ്യരോട് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഈ സാമൂഹ്യ നീതി, രാഷ്ട്രീയ നീതി നടപ്പിലാക്കാൻ ഉള്ള ഉപകരണങ്ങളായി മാറാനുള്ള കഴിവും വ്യക്തിത്വവും നിങ്ങൾക്കുണ്ടോ? ദാറ്റ് ഈസ് ഓൾ ദാറ്റ് ഈസ് ബീയിങ് ടെസ്റ്റഡ്. ഉണ്ട് എന്ന് നിങ്ങൾ സ്വയം അസർട്ട് ചെയ്യൂ, അഫേം ചെയ്യൂ. ട്രാൻസ്ഫോം യുവർ പേഴ്സണാലിറ്റി ദാറ്റ് യു ആർ ദ റൈറ്റ് കൈൻഡ് ഓഫ് കാൻഡിഡേറ്റ് ഹു ക്യാൻ എക്സസൈസ് ദിസ് ആൻഡ് യു ആർ ഇൻ ദ ബ്രിം. നിങ്ങൾ അവിടെ വരെ എത്തിയിരിക്കുകയല്ലേ? ഈ ആറ്റിറ്റ്യൂഡ് ഉള്ള കാൻഡിഡേറ്റ്സിനെയാണല്ലോ UPSC നോക്കുന്നത്. ഹു ഹാവ് കമ്പാഷൻ, ഹു ഹാവ് ഹ്യൂമൻ വാല്യൂസ്, ഹു ഹാവ് സോഷ്യൽ വാല്യൂസ് ആൻഡ് ഹൂസ് മോറൽ ഇൻറ്റഗ്രിറ്റി ഈസ് ബിയോണ്ട് ഡൗട്ട്. അത്തരത്തിലുള്ള കഴിവുള്ള, കറക്റ്റ് പേഴ്സണാലിറ്റിയുള്ള, ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസുള്ള, ഗവൺമെൻറ്റിൻ്റെ ഈ വളരെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഏറ്റെടുത്ത് നടത്തി നിങ്ങളെ ഏൽപ്പിച്ച് ധൈര്യമായിട്ടിരിക്കാം എന്ന് തോന്നുന്ന ആളുകളാണോ നിങ്ങൾ? ആണ് എന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുക. മോൾഡ് യുവർ സെൽഫ് അക്കോർഡിംഗ്ലി, ട്രിം ഓഫ് ഓൾ യുവർ അൺനെസസറി ഫ്രിൽസ് ആൻഡ് റീകണ്ടീഷൻ യുവർ പേഴ്സണാലിറ്റി ഇൻ സച്ച് എ വേ that when you go and sit before the interview board will think that yes, this is the kind of guy I am looking at. ഇവൻ കൊള്ളാം, ഇയാളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നടക്കും എന്നവർക്ക് തോന്നണമെങ്കിൽ യു ഷുഡ് ബി ദാറ്റ്. അല്ലാതെ തോന്നിക്കാനുള്ള ടെക്നിക്കൊന്നുമില്ല. ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. ഇന്നലെ ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കും നെർവസ്നെസ് എങ്ങനെ ഇല്ലാതാക്കാം. പല കാരണം സൈക്കാട്രിസ്റ്റ് മറ്റാണ്, നേരത്തെ കിടന്നുറങ്ങുക, മറ്റത് ചെയ്യുക, അങ്ങനെ ചിന്തിക്കുക. ഈ ഒരു വേലയും നടക്കില്ല. നെർവസ്നെസ് മാറണമെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്തടത്താണല്ലോ നെർവസ്നെസ് വരുന്നത്. കോൺഫിഡൻസ് ഇല്ലാത്ത എന്തുകൊണ്ടാണ്? യു ആർ നോട്ട് ഷുവർ അബൌട്ട് യുവർ സെൽഫ്. നമ്മൾ ഈ പുളു അടിക്കുന്നതുകൊണ്ടാണ് കോൺഫിഡൻസ് പോകുന്നില്ലേ? നേരത്തെ പറഞ്ഞ പുളു പോലെ തന്നെയാണോ ഇപ്രാവശ്യം പറയുന്ന പുളു എന്നൊക്കെ എൻ്റെ അടുത്ത് പണ്ട് when I was in service, tourism secretary, government of India used to call me. എൻ്റെ അടുത്ത് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയും, നേരത്തെ തന്ന കാശ് എവിടെ? അതൊക്കെ ചിലവായി സാർ, മറ്റേ ചിലവായി. അപ്പോൾ ഈ മാർച്ച് 30 കാശ് വാങ്ങാനാണ് ഈ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറയും ഞങ്ങളുടെ പ്രോജക്റ്റ് എല്ലാം ഗംഭീരമായിട്ട് നടക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇദ്ദേഹം പറയുകയാണ്, ജയകുമാർ, വി നോ ദറ്റ് യു ആർ ബ്ലഫിങ്, ബട്ട് ബ്ലഫ് കൺസിസ്റ്റൻ്റ്ലി സോ ദറ്റ് വി ക്യാൻ റെക്കോർഡ് ഇറ്റ് എന്ന് പറഞ്ഞത്. എന്ന് മാത്രം കാശ് നമ്മൾ ടൂറിസത്തിന് വേണ്ടി പോകാൻ മാർച്ച് 10 ഒക്കെ ആകുമ്പോൾ എന്നെ വിളിക്കും. അവിടുന്ന് ആ സ്റ്റേറ്റ് സറണ്ടർ ചെയ്തു, ഈ സ്റ്റേറ്റ് വിൽ ഗിവ് യു സം മണി, കം വിത്ത് യുവർ പ്രോജക്ട്സ്. അപ്പോൾ പഴയ പ്രോജക്റ്റൊക്കെ നടപ്പിലായി, ഇവിടെ മുക്കാലും മൂലയൊക്കെ നടപ്പിലായിട്ടുണ്ട്. നമ്മൾ അതൊക്കെ ശരിയാണ് സാർ, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അയച്ചു തരാം, അതൊക്കെ പറയും. പിന്നെ പറയാം അത് തുടങ്ങിയിട്ടില്ല. അപ്പോഴാണെങ്കിൽ പറയും ബ്ലഫ് കൺസിസ്റ്റൻ്റ്ലി, ഡോണ്ട് പുട്ട് അസ് ഇൻ ടു ട്രബിൾ എന്ന് പറഞ്ഞതുപോലെ ബ്ലഫ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ നെർവസ്നെസ് വരും. ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനെ തന്നെയാണോ? ഈ യൂട്യൂബ് വന്നതിന് ശേഷം ഞങ്ങളെപ്പോലെ ആളുകൾക്ക് ഭയങ്കര പ്രയാസമാണ്. കാരണം അതുകൊണ്ട് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂട്യൂബിൽ പോയി ഒരു പ്രോഗ്രാമിൽ ഒന്ന് പറയും, നേരെ വിരുദ്ധമായിട്ട് വേറെ ആളുകൾ ഈ പറഞ്ഞാൽ കീറി ഒട്ടിക്കുന്നു പറഞ്ഞ പോലെയല്ലേ ഫേസ്ബുക്കിൽ. അതുകൊണ്ട് ഞാനൊക്കെ വളരെ കെയർഫുള്ളാണ്. കെയർഫുള്ളായിട്ട് കാര്യമില്ല. യു ബി വാട്ട് യു ആർ സോ ദാറ്റ് യു ഡോണ്ട് കോൺട്രഡിക്റ്റ് യുവർ സെൽഫ്. അതേ ടെക്നിക്ക് തന്നെയാണ് ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ നെർവസ്നെസ് വരാതിരിക്കാനും നഖം കടിക്കാതിരിക്കാനും നഖം വെട്ടിക്കളയുക എന്നുള്ളതല്ല അതിൻ്റെ ഉത്തരം. തലേദിവസം വൃത്തിയായിട്ട് ഉറങ്ങുക എന്നുള്ളതല്ല അതിൻ്റെ ഉത്തരം. യു ഷുഡ് നോട്ട് ഹാവ് എനി വൾണറബിലിറ്റീസ്.
നിങ്ങൾക്ക് പിന്നെ സെൽഫ് കോൺഫിഡൻസ് പോകത്തക്ക രീതിയിലുള്ള ഒരു നാടകവും അഭിനയിക്കാതിരിക്കുക. ബി വാട്ട് യു ആർ, ബി വാട്ട് യു ആർ, ദെയർഫോർ യു ആർ നെവർ കോൺട്രഡിക്റ്റിങ് യുവർ സെൽഫ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നെർവസ്നെസ്സും ഇല്ല. പിന്നെ നെർവസ്നെസ് വരേണ്ട കാര്യം ഒന്നും തിരഞ്ഞെടുക്കും അല്ലെങ്കിൽ തിരഞ്ഞെടുക്കില്ല, അത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കാനില്ലല്ലോ. രണ്ടായാലും നല്ലത് നിങ്ങളെ കിട്ടിയാൽ അവർക്ക് കൊള്ളാം എന്ന് വിചാരിക്കണം കേട്ടോ. എന്നെ തിരഞ്ഞെടുത്താൽ ഈ രാജ്യത്തിന് കൊള്ളാം, വേണമെങ്കിൽ എടുത്തോ, ഐ എം എ വണ്ടർഫുൾ കമ്മോഡിറ്റി സിറ്റിംഗ് ഹിയർ എന്ന് പറഞ്ഞ അഹങ്കാരം വേണമെന്നല്ല, അതോടുകൂടി മോഡസ്റ്റിയോടുകൂടി പോവുക. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഇത് ഒരു പുസ്തകമാണ്, എൻ്റെ പുതിയ പുസ്തകമാണ്, ഒരു കോപ്പിയേ ഉള്ളൂ. ഇതെന്തെന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടിയിട്ട് ഈ നമ്മുടെ മനോരമയുടെ എന്താണ് തൊഴിൽ വീതിയിൽ ഞാൻ കൂടെ ഒരു കോളം എഴുതിയിരുന്നു, ഇപ്പോൾ നിർത്തി. അതിനകത്തുള്ള കുറച്ചെല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ ഐവറി ബുക്സ് എടുത്തതാണിത്. നിങ്ങളിപ്പോൾ വായിക്കാനല്ല കേട്ടോ, ബേസിക്കലി കുട്ടികൾ ഇൻ്റർവ്യൂ പോകുന്നവർക്കും പരീക്ഷ എഴുതുന്നവർക്കൊക്കെ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ താനാകാനുള്ള തീരുന്നത്. ഒരു കോപ്പി ഐ വിൽ ഡൊണേറ്റ് ടു യുവർ അക്കാഡമി, ബാക്കി നിങ്ങൾ വാങ്ങിക്കുകയോ അതിൻ്റെ കോപ്പി എടുക്കുന്നതെന്ന് വെച്ചിട്ട് ഐ തോട്ട്. സോ താങ്ക് യു വെരി മച്ച്. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഐ വിൽ ബി ഹിയർ ഫോർ another 15 minutes. താങ്ക് യു. ദിസ് മേ നോട്ട് ബി എ കൺവെൻഷണൽ ടോക്ക് അബൌട്ട് ഇൻ്റർവ്യൂ കേട്ടോ. അത് കൺവെൻഷണൽ ടോക്ക് വേറെയുണ്ട്, അതൊക്കെ നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ പോയി സമയം കളഞ്ഞോ. ഈ 15 ദിവസം കൊണ്ട് വേറെ ഒരു അത്ഭുതവും സംഭവിക്കില്ല. പക്ഷേ നിങ്ങൾ സ്വയം പരിശോധിക്കുക, അവിടെയാണ് കാര്യം. കിട്ടും, ധൈര്യമായിട്ട് പോകും. നിങ്ങൾക്ക് നേരത്തെ ആരെങ്കിലും പറഞ്ഞു തന്നതിനകത്തുള്ള കോൺട്രഡിക്ഷൻ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചോദിച്ചോ? പറയുന്നത് തെറ്റൊന്നുമില്ല. അത് പേഴ്സണൽ റീസൺസ് ഇല്ലാതെ ആരും പോകുന്നില്ല. രാജ്യത്ത് സേവിക്കാൻ ഇതാ ഞാൻ വരുന്നു പറഞ്ഞാൽ ആരും പോകുന്നില്ല. പേഴ്സണൽ റീസൺസ് ഉണ്ടാവാം, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് നോട്ട് ബി ഓൺലി 100% പേഴ്സണൽ റീസൺസ് കൊണ്ട് നമ്മളെ സർവീസിൽ ആരും എടുക്കില്ല. ഇറ്റ് ഷുഡ് ബി കപ്പിൾഡ് വിത്ത് ഓർ ബാലൻസ്ഡ് വിത്ത് ഞാൻ ഈ പറഞ്ഞ ഇതുപോലെ ഓപ്പർച്യൂണിറ്റീസ് തരുന്ന വേറൊരു സർവീസില്ല. അത് തന്നെയാണ് കാരണം. ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ജില്ലാ കളക്ടറൊക്കെ നാട്ടുകാരൊക്കെ ബഹുമാനിക്കണം? ബിക്കോസ് ഇതിന് ഒരുപാട് പവർ ഉണ്ടല്ലോ. ആ പവർ എന്തിനാണ്? പവർ അവനവൻ്റെ ഈഗോ സാറ്റിസ്ഫാക്ഷനുള്ള പവറല്ല, ഇറ്റ് ഗിവ്സ് യു ഓപ്പർച്യൂണിറ്റീസ്. ഒരു ജില്ലാ കളക്ടർക്ക് ഉള്ളതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് വേറെ ആർക്കുണ്ട്? ഒരാളിനെ സഹായം ചെയ്ത് കൊടുക്കാനാണെങ്കിലും ഒരാളുടെ പെറ്റീഷൻ തീർത്ത് കൊടുക്കാനാണെങ്കിലും ഒക്കെ ആ ഓപ്പർച്യൂണിറ്റി ആണല്ലോ. ഇയാൾക്ക് ചോപ്പ് വെച്ച കാറിൽ നടക്കുക എന്നുള്ള ഓപ്പർച്യൂണിറ്റി അല്ല. ദീസ് ആർ ഓൾ എഫെമറൽസ്. ഇറ്റ് ഗിവ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഡു വണ്ടർഫുൾ തിങ്സ് ബിക്കോസ് യു ഹാവ് ദ പവർ ഓഫ് ദ ഗവൺമെൻറ്. അതാണല്ല എൻ്റെ പവറല്ല, ഞാനൊരു ഭയങ്കര സാധനമായതുകൊണ്ടല്ല, പവർ ഓഫ് ദ ഗവൺമെൻറ്. അത് ഏറ്റെടുക്കാനുള്ള സന്നദ്ധതയും സജ്ജീകരണവും എനിക്കുണ്ട് എന്ന് തോന്നുന്നുകൊണ്ടാണല്ലോ നമ്മൾ സിവിൽ സർവീസിലേക്ക് വരുന്നത്. പിന്നെ പേഴ്സണൽ റീസൺ നമ്മൾ നേരത്തെ മോഹിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും. അതൊന്നും മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല. ഇത് മാത്രമാണെന്നും ഞാൻ രാപ്പകൽ ഭാരതമാതാവിനെ പറ്റി മാത്രം ചിന്തിക്കുന്ന ആളാണെന്നും പറയേണ്ട കാര്യമില്ല. പേഴ്സണൽ ബി ഓണസ്റ്റ്. പിന്നെ ഈ പറഞ്ഞില്ലേ എത്രമാത്രം ഓണസ്റ്റ് ആവാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ? ഇറ്റ് ഈസ് ബെറ്റർ ടു ബി 100% ഓണസ്റ്റ്. ബെറ്റർ, അതിലേക്ക് എത്തണം. അങ്ങനെ ഓണസ്റ്റായിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സ്വയം ഡിറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് അത് ഹൈലൈറ്റ് ചെയ്യണ്ട. അതേ സമയത്ത് അത് പറയാതിരുന്നാൽ ഈ പെട്രിയോട്ടിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ് നമ്മളെ നയിച്ചതെന്നൊരു അയഥാർത്ഥം അതിനകത്ത് വരും. റിയലിസ്റ്റിക് ആവില്ല അത്. അതിനെന്താ കുഴപ്പം? അപ്പോൾ യു മസ്റ്റ് ഹവ് മെയ്ഡ് എ റിസോൾവ് സം ടൈം ഇൻ യുവർ ലൈഫ് വെൻ യു ആർ കൺഫ്രണ്ടഡ് വിത്ത് എ വെരി ബാഡ് സിറ്റുവേഷൻ. എന്നെങ്കിലും ഞാനിതുപോലെ അതിനൊന്നും തെറ്റുമില്ല. അതൊരു ഒരു ചെറുപ്പക്കാരിയുടെ അവകാശമാണ് ടു ഡ്രീം ലൈക്ക് ദാറ്റ്. അതിനൊന്നും ഒരു തെറ്റുമില്ല. നമുക്ക് പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പറയരുതെന്നല്ലാതെ വേറെ ഇതൊക്കെ പറയണമെങ്കിൽ എന്താ കുഴപ്പം? വി ഹാവ് വെരി റൈറ്റ് ടു ഡ്രീം. അതിന് നമ്മുടെ അവകാശമല്ലേ? നോ ഐ ഡോണ്ട് തിങ്ക് സോ. അങ്ങനെ ഒന്നുമില്ല. ഇൻഫാക്ട് ദാറ്റ് വിൽ ബ്രിങ് ബിറ്റ് മോർ ഓണസ്റ്റി ആൻഡ് കൺവിക്ഷൻ ടു യുവർ ആൻസർ. എത്രത്തോളം മറച്ചു വയ്ക്കാൻ ഒന്നും ഇല്ലാതിരിക്കും അത്രയും നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ കുറേ കാലത്തിന് മുമ്പ് ഒരു കവിത എഴുതി കേട്ടോ. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് ഹവാമഹൽ എന്നാണ് കവിതയുടെ പേര്. ഈ രാജസ്ഥാനിലൊക്കെ ഈ ഹവാ മഹൽസ് ഉണ്ട്. രാജാക്കന്മാർ കാറ്റ് കൊള്ളാൻ വന്നിരിക്കുന്നത് ഹവ. അതിൻ്റെ പ്രത്യേകത എന്താണ്? ചുവരുകളില്ല, ഉള്ള തൂണുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹവാ മഹൽ ഞാൻ കവിത എഴുതിയിട്ട് ഇപ്പോൾ ഒരു 10-15 വർഷമായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കൊട്ടാരത്തിൽ ചുവരുകളില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ ഐ ആം ട്രൈങ് ടു ലിവ് ആസ് ട്രാൻസ്പെറൻ്റ്ലി ആസ് പോസിബിൾ. എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള സ്വകാര്യ ജീവിതങ്ങളും കൊള്ളരുതായ്മകളും ഒക്കെ കാണുമല്ലോ. അതിൽ തന്നെ അഭിരമിക്കാതെ ലൈഫ് ഷുഡ് ബി ആൻ അറ്റംപ്റ്റ് ടു ഡിമോളിഷ് ദ വാൾസ്. ഈ ഗാന്ധിയെ എന്താണ് ഇത്രയും പ്രധാനപ്പെട്ട വ്യക്തിയായത്? ഒരു ബോളും വേണ്ട എന്നങ്ങനെ വിചാരിച്ച് ജീവിച്ച ആളാണ്. ഇൻക്ലൂഡിങ് ബോൾ വേണ്ടെടുത്ത് പോലും ഇങ്ങനെ ബോൾ എടുത്ത് കളഞ്ഞതാണല്ലോ അങ്ങനെ പറ്റിയുള്ള വിവാദങ്ങൾ. ചില കാര്യങ്ങളിലൊക്കെ ബോൾസ് വേണം, അങ്ങനെ അതുമില്ല. അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യ എക്സ്പെരിമെൻ്റൊക്കെ ഈ വിവാദം വരാൻ കാര്യം എന്താണ്? ദീസ് ആർ തിങ്സ് ജനറലി പീപ്പിൾ ഡോണ്ട് ഡൈവൾജ്. അദ്ദേഹം അത് ഡൈവൾജ് ചെയ്തു. അത്രത്തോളം പോകണമെന്നല്ല ഞാൻ പറയുന്നത്.
അപ്പോൾ എല്ലാവരും ഹവാമഹലാവാനുള്ള ഒരു ഇമ്പൾസ് നമ്മളിലൊക്കെ വേണം. ചെറുപ്പകാലത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും സ്മോൾ തിങ്സ്. ആസ് യു ഗ്രോ യു ഷെഡ് ഓൾ യുവർ സച്ച് തിങ്സ് ആൻഡ് ട്രൈ ടു ബി ആസ് ട്രാൻസ്പെയറൻറ്റ് ആസ് പോസിബിൾ. ഞാൻ എൻ്റെ ഒരു സ്വന്തം കഥയാണ് പറയുന്നത്. എക്സ്പെർട്ടായി പോയിരുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ഡാഫ് അത് എല്ലാ മെമ്പേഴ്സും വായിക്കും, അതോ എല്ലാവരും വായിക്കും? കാരണം അല്ല, എല്ലാവരും സർക്കുലേറ്റ് ചെയ്യും. മാർക്ക് കിട്ടുമെന്നാണ് ചോദിച്ചത്. നമ്മുടെ CV എടുക്കും എല്ലാവർക്കും, പക്ഷേ റിട്ടേണിലെ മാർക്ക് കൊടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത് കൊടുക്കില്ല. അത് ബിക്കോസ് ദാറ്റ് വിൽ ഇൻഫ്ലുവൻസ് ദ ബോർഡ്. മാർക്ക് കൊടുക്കില്ല, പക്ഷേ ഹൂ യു ആർ, യുവർ ബാക്ക്ഗ്രൗണ്ട്, അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കും. കാരണം അത് ഇറ്റ് ഹെൽപ്സ് യു ടു ഫ്രെയിം ദ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിന് ഉചിതമായിട്ടുള്ള ചോദ്യം ചോദിക്കാൻ അത് സഹായിക്കും. പിന്നെ UPSC സിസ്റ്റംസ് ആർ ഇംപെക്കബിൾ കേട്ടോ, അതിനെപ്പറ്റി ഒരു സംശയവുമില്ല. ആരേത് ബോർഡിൽ പോകുന്നു, ആരുടെ മുമ്പ്, എവറിത്തിങ് ഈസ് സോ ഒപ്പേക്ക്. ശരിക്കും പറഞ്ഞാൽ ഈവൻ ദ ചെയർമാൻ ഡസൻറ്റ് നോ. അയാൾ തുറക്കുമ്പോഴേ കാണുന്നുള്ളൂ ഇയാളാണെന്ന്. വീട് വിളിച്ചുകൊണ്ട് വരുന്നതല്ലാതെ നമ്മളിവിടെയൊക്കെ പറയാം അതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റാണ്, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഞാൻ അവിടെ ഉള്ളപ്പോൾ ഇവിടുന്ന് ഒരു പഴയ മുൻ മന്ത്രി എന്നെ വിളിച്ചു. അല്ല, നമ്മുടെ ഒരു കാൻഡിഡേറ്റ് ഒന്ന് വരുന്നുണ്ട് കേട്ടോ സിവിൽ സർവീസിന്, വേണ്ട പോലെ കയറ്റി വിട്ടേക്കണം. ഞാൻ പറഞ്ഞത് സാർ എന്നെ വിളിച്ചു എന്നുള്ളത് ഇപ്പോൾ ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത് എൻ്റെ ജോലിയും പോകും, സാർ അകത്തുമാകുമെന്ന് പറഞ്ഞു. ഇത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലാന്ന് ഞങ്ങൾ ഇയാളായിട്ട് ഉടക്കമുള്ളൊരു മന്ത്രിയായിരുന്നു കേട്ടോ, മുൻ മന്ത്രി. ആക്ച്വലി ഇൻ UPSC ഓൾ ഓഫ് us ആർ അണ്ടർ വാച്ച് ഇൻ ദ സെൻസ് ഒരു ഒബ്സർവേഷൻ ഉണ്ട്, നമ്മളെ കാണാൻ ആരൊക്കെ വരുന്നു. ഇൻഫാക്റ്റ് നമുക്കിത്തിരി സാഹിത്യം ഉള്ളതുകൊണ്ട് അവിടുത്തെ മലയാളി അസോസിയേഷനൊക്കെ എന്നെ കാണാനൊക്കെ വരും. അവിടെ കയറ്റിവിടാൻ തന്നെ വലിയ പ്രയാസമാണ്. അപ്പോൾ ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ സെക്രട്ടറി വിളിച്ചെന്നോട് പറഞ്ഞു, ജയകുമാർ യു സീം ടു ബി എ വെരി പോപ്പുലർ മലയാളി ഇൻ ഡൽഹി. ഇസ് ഇറ്റ് നോട്ട് എ ഗുഡ് തിങ് സർ? ആണ്, പക്ഷേ ഇൻ UPSC വി ഡു നോട്ട് എൻകറേജ് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുമായിട്ടുള്ള ബന്ധമൊന്നും ഞങ്ങളങ്ങനെ. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി എ പ്രൈവറ്റ് പേഴ്സൺ. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് 1 വർഷം കൊണ്ട് ഓടി. ഐ കനോട്ട് മ്യൂട്ടേറ്റ് മൈ പേഴ്സണാലിറ്റി ഫോർ ദിസ് ജോബ്. അങ്ങനെ ഞാൻ കൾച്ചർ മിനിസ്ട്രിയിലേക്ക് പോയി. വേറെ ഇറ്റ് വാസ് എ പീപ്പിൾ ഫ്രണ്ട്ലി മിനിസ്ട്രി. അല്ല, ഇത് എല്ലാവർക്കും പറ്റില്ല കേട്ടോ. ഇത് ഭയങ്കര ഡിമാൻഡിങ്ങുമാണ്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഒരു കോൺഫിഡൻഷ്യൽ പേഴ്സൺ. ഞാൻ പറഞ്ഞ പോലെ ഹവാമഹലായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഞാനാണ്. അപ്പോൾ പരീക്ഷയുടെ കാര്യത്തിൽ ഹവാമഹലാവാൻ പറ്റില്ലല്ലോ. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഐ വാസ് കൺട്രോളർ ഓഫ് എക്സാം. എന്നാൽ പോലും നമുക്ക് തന്നെ അറിഞ്ഞൂടെ ക്വസ്റ്റ്യൻ സെറ്റേഴ്സിൻ്റെ പേരൊന്നും എന്നെ പോലും കാണിക്കില്ല. അതിന് വേറൊരുത്തനുണ്ട്. എൻ്റെ താഴെയാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ അയാളുടെ സിസ്റ്റംസ് ആർ സോ, അയാളുടെ മുറിയിൽ തന്നെ ഞങ്ങളെപ്പോലെ 2-3 പേർക്കേ പോകാൻ പാടുള്ളൂ. അതൊക്കെ വലിയ വലിയ സംഭവങ്ങളാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ സംസ്ഥാനത്തൊന്നും അത്തരത്തിലുള്ള ഒരു ഇൻറ്റഗ്രിറ്റിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഞാൻ കണ്ടിട്ടില്ല. അത് ഭയങ്കരം തന്നെയാണ്. ഇപ്പോഴും അത് അൺടച്ച്ഡ് ആണെന്നുള്ളത് മറ്റൊരു സന്തോഷം. ബി നാച്ചുറൽ എന്നുള്ളത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വിയോഗവാക്യമുള്ളൂ. അപ്പോൾ ഈ ചോദിച്ച പോലെ നിങ്ങൾക്ക് ചിലത് അങ്ങനെ നാച്ചുറൽ ആകാമോ എന്നൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളുണ്ടാവാം. അതെല്ലാം ഈ OLQ ആയിട്ടങ്ങ് റെഫർ ചെയ്താൽ മതി. ഈസ് ഇറ്റ് എൻ ഓഫീസർ ലൈക്ക് ക്വാളിറ്റി? എൻ്റെ ആ പർട്ടിക്കുലർ ട്രേറ്റ് ഒരു ഓഫീസർ എന്നുള്ള നിലയ്ക്ക് നല്ലതോ ചീത്തയോ സ്വയം വിലയിരുത്തുക. ചീത്തയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനെ അങ്ങ് പതുക്കെ അങ്ങ് തമസ്കരിച്ച് കളയുക. മറ്റതിനെയൊക്കെ OLQ ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസിനെ എൻഹാൻസ് ചെയ്യുക. ഇപ്പോൾ ഈ അടുത്ത 10-15 ദിവസം യു ലിവ് ദ ലൈഫ് ഓഫ് ആൻ ഓഫീസർ. നിശബ്ദമായിട്ടാണെങ്കിൽ ദ വേ യു തിങ്ക്. കൂടെയുള്ളവർ അറിഞ്ഞാൽ കളിയാക്കുക. അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ IAS കിട്ടിയ പോലെയാണ് അവൻ്റെ നടപ്പെന്നൊക്കെ പറയും. അതിനുള്ള ഇടം കൊടുക്കണ്ട. പക്ഷേ ഉള്ളിൽ നമ്മുടെ ഒരു ട്രെയിനിങ് അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നാൽ യു ഫീൽ വെരി കംഫർട്ടബിൾ വെൻ യു ഗോ ബിഫോർ ദി ബോർഡ്. അതാണ് ഞാൻ പറയുന്നത്. അല്ല, പെട്ടെന്ന് നമുക്ക് അവിടെ പോയിട്ട് അങ്ങ് ഓഫീസറാകാൻ പറ്റില്ല. ഈ ഉള്ള ഇൻ്ററിം പീരീഡിൽ ഒരു ഇൻറ്റേർണൽ റിഹേഴ്സൽ നടക്കണം. സോ ദാറ്റ് വെൻ യു ഗോ ദെയർ യു ബിക്കം വെരി കംഫർട്ടബിൾ. ഈ സ്റ്റേജിന് ഫ്ലൈറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞ പോലെ ബി വെരി കംഫർട്ടബിൾ വിത്ത് ഇൻ്റർവ്യൂ ബോർഡ്. ഓവർ ലിബർട്ടി എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ദേ ആർ നോട്ട് ദെയർ ടു നമ്മളെ ഇൻറ്റിമിഡേറ്റ് ചെയ്യാനിരിക്കുന്നതേ അല്ലല്ലോ. ഈ വന്നിരിക്കുന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള 4000 കുട്ടികളിൽ നിന്ന് ആരൊക്കെ കൊള്ളാമെന്ന് നമുക്ക് നോക്കണം. നമുക്ക് പറ്റി ആരാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ള വളരെ ബെനവലൻ്റായിട്ടുള്ളൊരു ടാസ്കുമായിട്ടാണ് ഇരിക്കുന്നത്. അല്ലാതെ ഓരോരുത്തരെയും തട്ടാൻ വേണ്ടി ഇരിക്കുകയല്ല. നമുക്ക് ബെസ്റ്റ് കിട്ടണം എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. ആൻഡ് ദേ ആർ ഓൾസോ ഇംപ്രസ്ഡ് ബൈ ദ ഫാക്ട് ദറ്റ് യു ഹവ് കം അറ്റ് ദി ഫാഗ് എൻഡ് ഓഫ് എ വളരെ ഒരു കഠിനമായിട്ടുള്ളൊരു പരീക്ഷ കഴിഞ്ഞാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു മെൻ്റൽ അലവൻസും നമുക്ക് ഈ വരുന്ന കുട്ടികളോട് നമ്മൾ കൊടുക്കുന്നുണ്ട്.
പിന്നെ നമ്മുടെ ഭാഷ മോശമാണോ, ആക്സെൻറ്റ് മോശം, അതൊന്നും ആലോചിക്കേണ്ട കാര്യമല്ല. ട്രൈ ടു ബി ആസ് പെർഫെക്റ്റ് ആസ് പോസിബിൾ. ഇപ്പോൾ നമ്മളൊക്കെ ആക്സെൻറ്റിനകത്തൊക്കെ മലയാളി പറയുന്ന ഇംഗ്ലീഷിനകത്ത് മലയാളം ഉണ്ടാവും. ഇപ്പം മൻമോഹൻ സിംഗ് പിന്നെ പറയുന്ന ഇംഗ്ലീഷിനകത്ത് പഞ്ചാബി ഇല്ലേ, ഉണ്ടല്ലോ, അതുണ്ട്. അത് ദാറ്റ്സ് എ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് തിങ്. എവരിബഡി നീഡ് നോട്ട് ടോക്ക് ലൈക്ക് BBC. ഇംഗ്ലണ്ടിൽ പോലും നമ്മുടെ ഇവിടെ സ്കോട്ടിഷുകാരൻ പറയുന്ന ഇംഗ്ലീഷിലല്ലല്ലോ. അതിൽ കാര്യമൊന്നുമില്ല. പിന്നെ മലയാളത്തിലോ ആണ് ഇൻ്റർവ്യൂ ആണെങ്കിൽ യു ക്യാൻ ആസ്ക് ഫോർ ഇൻ്റർപ്രറ്റർ അവിടെ ഉണ്ട്. അതൊന്നും ഇറ്റ് വിൽ നോട്ട് ബി ഹെൽഡ് അഗൻസ്റ്റ് യു. ഇംഗ്ലീഷിൽ ഇൻ്റർവ്യൂ എടുത്തവന് കൂടുതൽ മാർക്കും ഹിന്ദിയിലെടുത്തവന് കുറവ്, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ബാക്കിയൊക്കെ നിങ്ങളുടെ ജോലിയാണ്, എൻ്റെ ജോലി കഴിഞ്ഞ്. ഇപ്പോൾ എനിക്കിനി ഇൻ്റർവ്യൂ ഒന്നുമില്ല. വൺ ലാസ്റ്റ് പോയിന്റ്, UPSCയുടെ മാത്രമല്ല, അപ്പം നമ്മുടെയൊക്കെ ജോലിയിൽ എത്രയോ ഇൻ്റർവ്യൂ ബോർഡിൽ നമ്മൾ ചെയർപേഴ്സണായിട്ടിരുന്നിട്ടുണ്ട്. എത്ര ജോലികളിൽ ആരെയെല്ലാം ഇൻ്റർവ്യൂ ചെയ്തു നമ്മൾ. ഇൻ്റർവ്യൂവിൽ ചില കുട്ടികൾ, ചില കാൻഡിഡേറ്റ്സ് ബോർഡിനെ ഇമ്പ്രസ് ചെയ്യുന്നു. ചിലർ വന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് ഒന്നും സംഭവിക്കാത്തൊരു പ്രതീതി. ആരെങ്കിലും വന്നു പോയി എന്ത് സംഭവിച്ചു, വളരെ അൺഇംപ്രസീവ്. ഈ കുട്ടി എന്താ ഇങ്ങനെ ഒക്കെ നമ്മൾ ചോദിക്കും. ഷീ കുഡ് നോട്ട് സ്പീക്ക് എനിത്തിങ്. ഒന്നും ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല, ഒന്നും പറഞ്ഞുമില്ല. ദ കാൻഡിഡേറ്റ് ഡിഡ് നോട്ട് മേക്ക് എ മാർക്ക്. അതെന്താണ്? ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ട്, എൻ്റെ മോനാണ് അവിടെ പോയെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ പേഴ്സണലായിട്ട് ഇങ്ങനെ ചില കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ഇമ്പ്രസ് ചെയ്യാൻ സാധിക്കാത്തത്? ഒന്ന്, കോൺഫിഡൻസ് ഇല്ലായ്മ തന്നെയാണ്. രണ്ട്, ഈ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട് വളരെ കെയർഫുള്ളായിട്ട്, ടു കോഷ്യസ് ആയിട്ട് സംസാരിച്ച് ഒന്നും പറയില്ല. അപ്പോൾ ഇത് വിൽ ബി സൈലൻറ്റ്, മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് വിൽ ബി സൈലൻറ്റ്. രണ്ട്, പ്ലസൻറ്റ്നെസ് ഇല്ല. വളരെ മൊറോസായിട്ട് അന്തം വിട്ട് പേടിച്ച് വേട്ടക്കാരൻ്റെ മുമ്പിലെത്തിയ കാട്ടുമൃഗത്തിനെ പോലെ, അല്ല മാൻകുട്ടിയെ പോലെയോ അന്തം വിട്ടിരിക്കുകയാണ്, വേട്ടക്കാരുടെ മുമ്പിലെത്തിയ പോലെ. അതുകൊണ്ട് ഒക്കെ വേർത്ത് അങ്ങനെ എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങി പോയാൽ മതി എന്ന് കുട്ടിക്ക് തോന്നുന്നതായിട്ട് നമുക്ക് തോന്നും. തീരെ പ്ലസൻ്റ് അല്ല. പിന്നെ ഒരു നെഗറ്റിവിറ്റി ഉത്തരങ്ങളിൽ വരും. അവരുടെ ഒരു ഫ്രൈറ്റിൽ നിന്നാണ് വരുന്നത്, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയിൽ നിന്ന്. പിന്നെ അൺവില്ലിങ്നെസ് ടു ഡൈവൾജ് എനിത്തിങ് അബൌട്ട് ഹെർസെൽഫ് ഓർ ഹിംസെൽഫ്. എത്രത്തോളം തുറക്കാതിരിക്കാമോ അത്രത്തോളം തുറക്കാതിരിക്കുക മനസ്സ് എന്നുള്ളത്. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഒന്നും ഇൻ്റർവ്യൂവിൽ തീരെ ക്ലിക്ക് ചെയ്യില്ല. അവിടെ ഇരിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഈ സമയം മെനക്കെടുത്ത് അവിടെ ഇരിക്കുന്നത്. എവരിബഡി ഈസ് വേസ്റ്റിംഗ് ദിയർ ടൈം, യൂട്ടിലൈസിങ് ദിയർ ടൈം. എന്തിനാണ്? ടു അസസ് യു. സോ ഗിവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് യുവർ സെൽഫ് അസസ്ഡ്. നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള അനുകൂലമായ വിഭവങ്ങൾ നമ്മൾ കൊടുക്കണ്ടേ? അല്ലാതെ നമ്മളോട് ചോദിച്ച ഒരു ചോദ്യത്തിന് എത്രത്തോളം കുറച്ച് പറഞ്ഞ് നിശബ്ദത സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ. അല്ല എന്ന് പറഞ്ഞ് അപകടത്തിൽ ചാടരുത്. നിങ്ങളോട് പലരും പറയും ടോക്ക് ലെസ്, കുറച്ച് പറഞ്ഞാൽ കുറച്ച് അപകടങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്നുവെച്ചാൽ വാരി വലിച്ച് പറയണമെന്നല്ല, സംസാരിക്കാനുള്ള അവസരം തീരെ ചുരുക്കിക്കളയരുത് എന്ന് പറഞ്ഞ് ഒന്ന് നമ്മൾ നിർത്താതെയും പറയരുത്. നെയ്തർ ടു ലിറ്റിൽ നോട്ട് ടു ലോങ്. നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടണം. ഈ ചില കുട്ടികൾ ഇമ്പ്രസ് ചെയ്യാതെ പോകുന്ന എല്ലാം നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഒരു 10 സെൻറ്റൻസെങ്കിലും പറയേണ്ട ഒരു ഉത്തരത്തിൽ യെസ് നോയിൽ ഉത്തരം പറഞ്ഞു കളയും. പിന്നെ നമുക്ക് ജോലി, അടുത്ത ചോദ്യം പിന്നെ ചോദിക്കണ്ടേ. നമ്മൾ 10 ചോദ്യമേ കരുതിയിട്ടുണ്ടാവുള്ളൂ. 10 ചോദ്യം 3 മിനിറ്റ് കൊണ്ട് തീരും. കാരണം യെസ് നോ, അരവിന്ദൻ്റെ ചിത്രം പോലാണ്, സംസാരമില്ല. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ കോട്ടുപോയിടും. അയ്യോ ഈ കുട്ടിക്ക് എന്തോ പറ്റി നമ്മൾ ചോദിക്കും. അങ്ങനെ ചോദിപ്പിക്കരുത്. നിങ്ങൾക്ക് യു ഗോട്ട് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ടു പ്രസൻറ്റ് യുവർ സെൽഫ് ബിഫോർ ദ UPSC ബോർഡ്. പ്രസൻറ്റ് വാട്ട് ഈസ് ഗുഡ് ഇൻ യു. ഞാനീ പറഞ്ഞ പോലെ നമ്മൾ തിരഞ്ഞെടുക്കട്ടെ, രാജ്യത്തിന് കൊള്ളാം എന്നുള്ള വിചാരത്തിലിരിക്കേ. നമ്മളെപ്പോലെ ഒരാളെ കിട്ടിയാൽ നല്ലതല്ലേ? യെസ്, യു ആർ വെരി ഗുഡ്. യു ഷുഡ് ബി കൺവിൻസ് ദറ്റ് യു ആർ ഗുഡ്. കേട്ടോ, നിങ്ങൾ സർവീസ് ഓഫർ ചെയ്യുകയാണ്, ഈ രാജ്യത്തെ സേവിച്ച് തരാം. മനസ്സിലായില്ലേ? അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ സ്വയം വിശ്വസിച്ചിട്ട് വേണം അവിടെ പോകാൻ. ഇപ്പോൾ വിശ്വാസമില്ലെങ്കിൽ ഇനിയുള്ള 10 ദിവസം കൊണ്ട് വിശ്വസിക്കുക. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നതുകൊണ്ടായിരിക്കാം എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളും ആ ഏരിയയിലേക്ക് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ട്രിപ്പിൾ തലാഖ്, ഹിജാബ്, ഇങ്ങനെ മാത്രമായിരുന്നു. അപ്പോൾ
അതിനൊക്കെ ബി ഓണസ്റ്റ് അബൌട്ട് യുവർ ആൻസേഴ്സ്. അങ്ങനെയൊന്നുമില്ല. ഇൻഫാക്റ്റ് നമ്മൾ പലപ്പോഴും ആ ഒരു റിലീജിയസ് ഐഡൻറ്റിറ്റിയിലേക്ക് നിർത്താതെ ചോദിക്കാനാണ് ആഗ്രഹിക്കുക. ബിക്കോസ് ദാറ്റ് വിൽ മേക്ക് ദ കാൻഡിഡേറ്റ് വെരി സെൻസിറ്റീവ്. നാച്ചുറലി അവനവൻ്റെ കമ്മ്യൂണിറ്റിയിലെ ഒരു ഇഷ്യൂവിനെ പറ്റി നമുക്ക് പറയാമോ, പറഞ്ഞുകൂടെ? ദർ ആർ ലോട്ട് ഓഫ് സെൻസിറ്റിവിറ്റി. ദീസ് ആർ ഓൾ സെൻസിറ്റീവ് ഇഷ്യൂസ്. എത്രയോ സെക്യുലറായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചോദിക്കാനുള്ളപ്പോൾ നോ സെൻസിബിൾ ബോർഡ് വിൽ ട്രൈ ടു ഫോക്കസ് ഫോക്കസ് ഓൺ ഇത്തരത്തിലുള്ള സെൻസിറ്റീവ് ആൻഡ് റിലീജിയസ് ഇഷ്യൂലും. ഐ ഡോണ്ട് തിങ്ക് സോ. നിങ്ങൾ പോയിട്ട് വന്ന് എന്നോട് പറ, ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ഉണ്ടാവില്ല. ഇൻഫാക്ട് ദർ ആർ സോ മെനി അതർ തിങ്സ്. നമുക്ക് ഈ ഒരൊറ്റ ഐഡൻറ്റിറ്റി ഉള്ളൂ. ഇന്നലെ ഞാനിവിടെ ഈ ആർട്സ് കോളേജിൽ വിമൻസ് സെല്ലിൽ പോയൊരു പ്രസംഗം ധരിച്ചു. വിമൻ എംപവർമെൻറ്റാണ് വിഷയം. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ സംസാരിച്ചിട്ട് അവസാനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പൊളിറ്റിക്കലി കറക്റ്റാണോ ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സ്ത്രീകൾക്കുള്ളൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ജെൻഡറാണ് വിഷയം. നിങ്ങളെപ്പോഴും പെണ്ണെന്ന് ഫസ്റ്റ് യു ആർ എൻ ഇൻഡിവിജ്വൽ. ഫസ്റ്റ് യു ആർ എ ഹ്യൂമൻ ബീയിങ്. ഒരു ഇൻഡിവിജ്വലാണ് വിത്ത് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അവകാശങ്ങളെല്ലാം ഉള്ള ഒരാളാണ്. ആ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഓഫ് കോഴ്സ് യുവർ ജെൻഡർ ബയസ് ഇൻ സൊസൈറ്റി കംസ്. അപ്പോൾ അതിനെ നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ രാപ്പകൽ ഞാൻ പെണ്ണാണെന്ന് മാത്രം ഇരിക്കാതെ യു ആർ ഫസ്റ്റ്ലി ആൻ ഇൻഡിവിജ്വൽ. ആ ഇൻഡിവിജ്വലിൻ്റെ അവകാശങ്ങളാണ് പ്രധാനം. യുവർ ജെൻഡർ ഐഡൻറ്റിറ്റി കംസ് സെക്കൻഡ്. എന്ന് പറഞ്ഞതുപോലെ റിലിജൻ മേ ബി എ ഫാക്ട് ഓഫ് ലൈഫ്. പക്ഷേ നമ്മൾ രാപ്പകലയിച്ച് തന്നെയുള്ള പണി. എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക്. ഇതാണ് ഞാൻ ഈ മോക്ക് ഇൻ്റർവ്യൂ പോകാത്ത കാര്യം. നിങ്ങൾ യു വിൽ ബി നൗ പ്രിപ്പയറിങ് എവറിത്തിങ് ഫോർ ദാറ്റ്. അതിന് ആ വിഷയം ചോദിച്ചാൽ എന്ത് ചെയ്യും? ചോദിച്ചാൽ നാച്ചുറലായിട്ടുള്ള ഉത്തരം പറയണം. ഈ ഉത്തരം പറയുന്ന ഒരു ഉത്തരവും വെളിയിൽ പോകാൻ പോകണില്ല. അവിടെ ലൈവ് ക്യാമറയൊന്നും വെച്ചിട്ടില്ല. ഇവർ ചെയ്യും പോലെ ഒന്നും ഇല്ല. ഇതൊക്കെ ഫേസ്ബുക്കിൽ പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഒരു ക്യാമറയും ഇല്ല. സോ യു ക്യാൻ ബി ആസ് കാൻഡിഡ് ആസ് പോസിബിൾ. ഇഫ് യു ഹോൾഡ് സം അൺഓർത്തഡോക്സ് ഐഡിയാസ്, ഷെയർ ഇറ്റ്. ബി ബ്രേവ്. കേട്ടോ?